ഗുഡ് മോർണിംഗ് ഗൈസ്. ട്രാവൽ ബ്രോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ വീടിൻ്റെ വീഡിയോ ആയിട്ടാണ് കുറേ നാളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇന്ന് അത് മാറി നമ്മളുടെ ഊബറിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ കാണാൻ പോണത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ അവിടെ പണി നടക്കണോണ്ട് എല്ലാ ദിവസവും അങ്ങോട്ട് പോയി അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞ് പിന്നെ വണ്ടി വല്ലപ്പോഴൊക്കെയാണ് ഓടണുള്ളൂ. ഫുൾ ടൈമുള്ള ഓട്ടവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ 20,000 കിലോമീറ്റർ ഓട്ടം ഇല്ല എന്നും പറയാൻ പറ്റില്ല. നമ്മൾ വീടിൻ്റെ പരിപാടികൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓട്ടത്തിന് പോയി കഴിയുമ്പോൾ ഓട്ടം പരിപാടികളുണ്ട്. അപ്പോൾ ഇന്ന് 20,000 കിലോമീറ്റർ ആയി. അപ്പോൾ അതിൻ്റെ സർവീസ് ചെയ്യണം. അതായത് എനിക്ക് തോന്നുന്നു 4ാമത്തെ സർവീസ് ആയിരിക്കണം എന്ന് വിചാരിക്കുന്നു. 4 അല്ലെങ്കിൽ 1, 2, 3ാമത്തെ ആയിരിക്കും. 3ആണോ 4ആണോ? അപ്പോൾ ഇത് പെയ്ഡ് സർവീസാണ്. ഇതുവരെ നമ്മൾ ചെയ്ത സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൈസ ചിലവോ ഒന്നുമില്ല. നമുക്ക് നേരെ ചെയ്തോ എന്ന് പറയുക, വണ്ടി ഇട്ട് കൊടുക്കുക, പോരുക. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്തിട്ടാണ് സർവീസ് ചെയ്യണത്. കാരണം പെയ്ഡ് സർവീസായി. ഫസ്റ്റ് സർവീസ് പെയ്ഡ് സർവീസ് തന്നെ 20,000-ലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 20,000-ൻ്റെ സർവീസ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. 20,000-ൻ്റെ സർവീസിന് ഏറെക്കുറെ എല്ലാ ഫിൽറ്ററുകളും മാറണം, അതുപോലെ ഓയിലുകളെല്ലാം മാറണം. പിന്നെ അതുപോലെ തന്നെ 4 വീൽ അയച്ച് ചിലപ്പോൾ എൻ്റെ ഓടിക്കലിന് ഇതനുസരിച്ച് ഞാൻ പറയാറുണ്ട്, എനിക്കൊരു 20,000-ഒക്കെയാണ് ബ്രേക്ക് പാഡ് സ്വിഫ്റ്റിന് കിട്ടാറുള്ളൂ. ഡിസയർ ഇതേവരെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയില്ല ഇത് എത്ര കിട്ടും എന്നുള്ളത്. SX4 ആണെങ്കിലും നമുക്കൊരു 25-30 അതിൻ്റെ ഉള്ളിലാണ് കിട്ടാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വീൽ അയച്ച് നോക്കി കഴിയുമ്പോൾ അറിയാം നമുക്ക് മാറ്റണ്ടേ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റണ്ടേ എന്നുള്ളതൊക്കെ നമ്മൾ അയച്ചതിന് ശേഷം പറയും. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്റർ, അതുപോലെ തന്നെ നമ്മുടെ ഫിൽറ്ററുകൾ സാധനങ്ങളൊക്കെ എങ്ങനെയാണ് കണ്ടീഷൻ കാര്യങ്ങളൊക്കെ നോക്കണം. അതൊക്കെയാണ്. പിന്നെ നമുക്കിപ്പോൾ മൈലേജ് ആവറേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് 20 കേട്ടോ. ഹൈവേയിലാണെങ്കിൽ ഒരു 30. അങ്ങനെയൊക്കെയാണ് CNGയിൽ മൈലേജ് എന്ന് പറയുന്ന സംഭവം കിട്ടുന്നത്. ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഒരു സൈഡ് 20 രൂപ കിട്ടുന്നുണ്ട്, മറ്റേ സൈഡാണെങ്കിൽ ഒരു 12 രൂപ. അപ്പോൾ ഒരു 10-35 രൂപയുടെ ഉള്ളിൽ എനിക്ക് തോന്നുന്നു. ചില സമയത്ത് ഒരു 24 രൂപ, ചില സമയത്ത് ഒരു 12 രൂപ, അങ്ങനെയൊക്കെ ആയിട്ടാണ് ഊബറിൻ്റെ ഓട്ടങ്ങളുടെ ഇത് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആവറേജ് കുഴപ്പമില്ലാണ്ട് പോകും. പക്ഷേ 1 സൈഡ് മാത്രമാണ് ഓട്ടമുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് വലിയ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവാറില്ല. പലപ്പോഴും അങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ലോങ്ങൊക്കെ പോയിട്ട് തിരിച്ചു വരാറുണ്ട്. ഞാൻ ഇന്നലെ മൂവാറ്റുപുഴ പോയിട്ട് തിരിച്ചു വന്നു. അത് രാത്രിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിയാൽ മതി എന്നുള്ള കണ്ടീഷനിൽ പോകുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നഷ്ടമാണ്. നഷ്ടം എന്നല്ല, എന്നാലും ലാഭം കുറവാണ്. 2 സൈഡിലേക്കും കിട്ടുകയാണെങ്കിൽ നല്ല ലാഭം ഉണ്ടാവും. അപ്പോൾ ഊബർ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കേണ്ടിട്ട് എൻ്റെ ഫോൺ നമ്പർ ഞാൻ മറ്റേ വീഡിയോസിലൊക്കെ അടിയിൽ കൊടുത്തിട്ടുള്ളതാണ്. ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് ചേട്ടാ ഊബർ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്ഷപ്പെടുമോ, അല്ലെങ്കിൽ ഏത് വണ്ടിയാണ് എടുക്കുന്നത്, അങ്ങനെ നമുക്കിപ്പോൾ ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. നമ്മൾ ഓടിയിട്ട് ലാഭമുണ്ട്, നമ്മൾ തന്നെ കൊണ്ടു നടക്കുകയാണെങ്കിൽ ഞാൻ പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ എടുക്കണവർ ഇനി ആയാലും ഞാൻ പറഞ്ഞു, നിങ്ങൾ വണ്ടി എടുത്ത് കഴിഞ്ഞാൽ നഷ്ടമൊന്നും വലിയ, സ്വന്തമായിട്ട് കൊണ്ടു നടക്കുകയാണെങ്കിൽ ഡ്രൈവറെ വെച്ച് ഓടിക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ലല്ലോ, കിട്ടുന്ന ഓട്ടോ ഓടിയാൽ മതി. അങ്ങനെ വന്നു കഴിഞ്ഞാലും ഡെയിലി അങ്ങനെ കുഴപ്പമില്ലാണ്ട് രീതിയിൽ പോകുന്ന എല്ലാ ചിലവും കഴിഞ്ഞാൽ അങ്ങനെ ഒരു 10,000 രൂപ കിട്ടും നിങ്ങൾ സ്ഥിരമായിട്ട് ഓടിക്കുകയാണെങ്കിൽ. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 30 രൂപ കിട്ടും ഓടിക്കണതിൻ്റെ ഇതനുസരിച്ച്. ഓട്ടം ഒരുവിധം തിരക്കില്ലാത്ത ഓട്ടം തൃശ്ശൂർ ഭാഗത്തൊക്കെ ഉണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ അതങ്ങനെയാണ് ഓട്ടത്തിൻ്റെ കേസ്. പിന്നെ വണ്ടിയുടെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാർ കയറി ഇറങ്ങണതുകൊണ്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ മറ്റുള്ള വണ്ടികളൊക്കെ നാശമാവണതിൻ്റെ ഇരട്ടി നാശമാവട്ടോ. അത് നോക്കിയിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ താറ് 1.5 കൊല്ലം കൊണ്ട് നമ്മൾ ഓടിയത് വെറും 12,000 കിലോമീറ്റർ ആയിരുന്നു. ഇതിപ്പോൾ 8 മാസം 7 മാസം കഴിഞ്ഞിട്ടുള്ളൂ. 7 മാസമായപ്പോഴേക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ 20,000 കിലോമീറ്ററായി. അപ്പോൾ അത്രയധികം ഉപയോഗം കൂടുതലല്ല. ഉപയോഗം കൂടുമ്പോൾ സാധനങ്ങൾ കേടാവും. അതും പിള്ളേർ കയറി സീറ്റുമ്പോൾ ചവിട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും കയ്യിൽ നിന്ന് സാധനങ്ങൾ പോയി, വെള്ളം പോയി, ഇതൊക്കെ സീറ്റുമ്പോൾ പാടും. അതുപോലെ തന്നെ ചവിട്ടിയാണെങ്കിൽ ചവിട്ടി മെതിച്ച് ഇതൊക്കെ അങ്ങനെ ആവും. പിന്നെ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പോൾ വണ്ടിയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഈ പറഞ്ഞ പോലെയാണ്. എന്താ പറയുക, ഇൻറ്റീരിയറൊക്കെ ചെയ്യേണ്ട കണ്ടീഷനിലായി. നമ്മൾ സീറ്റ് കവർ അടിച്ചിട്ടില്ല. അപ്പോൾ സീറ്റ് കവർ മാക്സിമം ചെളി അതിന് ശേഷം അടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സീറ്റ് കവറും കാര്യങ്ങളും ഒക്കെ അടിക്കണം. മെല്ലെയാണ് ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചിട്ടാണ്. അപ്പോൾ നിലവിൽ നമ്മളുടെ വണ്ടി അതിന് മുന്നേ ഒരു തട്ട് തട്ടിയിട്ടോ. അതെന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി തട്ടിയിട്ടുള്ളതല്ല. അത് ഇത് കണ്ടോ, ഇതിവിടെ ഒരു ഞളക്കം കണ്ടോ, ഈ വീലാർച്ചിൻ്റെ അവിടെ, അത് ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുന്നത് ആ സൈഡ്. ഇത് ഒരു കട്ടയെ ഞാൻ വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു ഹോളോ ബ്രിക്സിൻ്റെ കട്ട ഇവിടെ ഇരിക്കണ്ടായിരുന്നു. ആ കട്ട റിവേഴ്സ് എടുത്തപ്പോൾ കറക്റ്റ് ഇത്ര നമ്മുടെ ഈ അടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടൊക്കെ താന്ന് നിൽക്കുന്ന സമയത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടിയും താഴ്ചയ്ക്ക് വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ ഒരു കട്ട ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കട്ട കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ട ഇതുമ്പോൾ തട്ടിയിട്ട് മെല്ലെ അങ്ങോട്ട് പോകുന്ന വിചാരിച്ചു. പക്ഷേ ഈ കട്ട ഹോളോ ബ്രിക്സിൻ്റെ കട്ട ഇതിൻ്റെ ഉള്ളിൽ ജാമായിട്ടാണ് കയറി കഴിഞ്ഞിട്ട് ഇത് ജാമായിട്ട് അവിടെ ഇരുന്നു. പിന്നെ ഞാൻ ഫ്രണ്ട് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് അത് ചാടിപ്പോയത്. അപ്പോൾ ഫ്രണ്ട് എടുത്തപ്പോൾ ചാടിപ്പോയപ്പോൾ ടൈറ്റായി. നമുക്ക് ഊരാനും കിട്ടണില്ല, എടുക്കാനും പറ്റണില്ല എന്നുള്ള കണ്ടീഷനിലായി ബാക്ക് എടുത്ത് കഴിഞ്ഞപ്പോൾ. ഫ്രണ്ട് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് പോയത്. അപ്പോൾ അത് കാരണം ആ സംഭവം ലേശം ഒന്ന് ഉള്ളിലേക്ക് പോയി. അതിപ്പോൾ ഞാനൊന്നും ചെയ്യണില്ല കേട്ടോ. ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് വലിച്ച് വേണമെങ്കിൽ ചൂടാക്കിയിട്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമുക്ക് ക്ലിയറായി. പിന്നെ പക്ഷേ പെയിൻറ്റും സാധനങ്ങളും ചിലപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ അത് ടച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞത് വലിയ കാര്യത്തിൽ അറിയൊന്നുമില്ല. ചെറിയതായിട്ട് ഉള്ളിൽ ആ സൈഡിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ നമ്മൾ ഇതേവരെ സർവീസ് അല്ലാണ്ട് വേറെ ഒരു കാര്യങ്ങളും നമുക്ക് ഒന്നും ചെയ്യേണ്ട വന്നിട്ടില്ല. എല്ലാ സംഭവങ്ങളും കമ്പനി വന്നിട്ടുള്ള അതേപോലെ തന്നെയാണ് കേട്ടോ നിൽക്കണം. നമ്മൾ ഫോഗ് ലാമ്പ് പോലും അഡീഷണൽ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഫോഗ് ലാമ്പിനൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര റേറ്റാണ് പറഞ്ഞിട്ടുള്ളത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ 3 ഇഞ്ചിൻ്റെയാണ് നമുക്ക് ഫോഗ് ലാമ്പ് വരിക. ഇത് 2 ഇഞ്ച് ആയതുകൊണ്ട് തന്നെ ഈ സാധനത്തിന് ഇങ്ങനത്തെ ടൈപ്പ് വരുന്നത് വളരെ അപൂർവമാണ്. വരുന്നത് കമ്പനി സാധനമാണ്, അതിന് ഭയങ്കര വില. പിന്നെ പുറത്ത് അഡീഷണൽ വരുന്നത് ഇങ്ങനത്തെ ഇതിന് പറ്റിയിട്ടുള്ള കറക്റ്റ് സാധനം നമ്മൾ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അന്വേഷിക്കാനൊന്നും പോയിട്ടും ഇല്ല കേട്ടോ. പിന്നെ വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ സംഭവങ്ങളോ വേറെ യാതൊന്നും നമുക്ക് ഇല്ല. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ 360 ഒക്കെ നമ്മൾ വെച്ചിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേവരെ ഒരു കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഇല്ല. നാളെ ഇനി കംപ്ലയിൻ്റ് ആവില്ല എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. നിലവിൽ നമുക്ക് ഒരു കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ഈ സെറ്റ് വെച്ചിട്ടില്ല കേട്ടോ. എല്ലാം അടിപൊളി വർക്കിംഗ് ആണ്. 4 സ്പീക്കറായാലും സെറ്റായാലും നമ്മൾ 100% സാറ്റിസ്ഫൈഡ് ആണ് ഈ കാര്യത്തിലൊക്കെ. പിന്നെ നമുക്ക് എന്താ പറയുക, നമ്മളൊരു നോബ് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിലാണെങ്കിലും നമുക്ക് ഒരു കുഴപ്പമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതിങ്ങനെ ഒരു സാധനം വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ വളമൊക്കെ ഉണ്ടെങ്കിൽ ഇതുമ്മ പിടിച്ചിട്ട് ഇത് ചെയ്താൽ മതി. അപ്പോൾ ഒരു നല്ല സുഖത്തിൽ ഇത് ഓടിച്ച് ശീലിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുണ്ടാവും. ഇതിൻ്റെ തന്നെ ചെറുത് വരുന്നു കേട്ടോ. അന്ന് അവിടെ പോയപ്പോൾ അത് കണ്ടില്ല, അതുകൊണ്ടാണ് ഇത് മേടിച്ചത്. ശരിക്കും ഇതിന് നല്ലതൊരു കുഞ്ഞ് സാധനം ഹിപ്കോപ്പോ എന്തോ ഒരു പറഞ്ഞിട്ട് വേറെ ഏതൊരു ബ്രാൻഡിൻ്റെ ഒരു സാധനം എൻ്റെ ചെറുതാണ്. അത് നല്ല കൈൻ്റെ ഇങ്ങനെ ഉള്ളിൽ ഒതുങ്ങാവുന്ന രീതിയിലാണ്. ഇത് ലേശം വലിപ്പമുണ്ട്, എന്നാലും ഇതും കുഴപ്പമൊന്നുമില്ല. ഇത് ഭംഗി ലേശം കുറവാണ്, മറ്റേതാണ് ഭംഗി കൂടുതൽ. അപ്പോൾ നിലവിൽ നമ്മളുടെ വണ്ടിയുടെ കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നാണ് സർവീസ് ചെയ്യാൻ പോകുന്നത് 19,767 കിലോമീറ്റർ. അപ്പോൾ 20,000 കഴിയാൻ പാടില്ല. 20,000 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സർവീസിൽ മറ്റേ വാറൻറ്റി കട്ടോ. അപ്പോൾ അതിന് മുന്നേ തന്നെ കൊണ്ടുപോയി നമ്മൾ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ്. GPS കാര്യങ്ങളും ഒന്നും പ്രശ്നമില്ല. പിന്നെ ഇപ്പോൾ നമ്മളുടെ നിലവിൽ ഈ ഒരു ബോക്സ് നമ്മളന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, സെൻട്രൽ കൺസോൾ ബോക്സ്. ഈ കൺസോൾ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടന്ന് ആടണുണ്ട്. അപ്പോൾ അടിയിലത്തെ അതിൻ്റെ സ്ക്രൂ പോയിട്ടുണ്ട്. പക്ഷേ ആ സ്ക്രൂ ഞാൻ പോയി എന്ന് പറയാൻ പറ്റില്ല, ഞാൻ ഊരി വെച്ചതാണ്. കാരണം സ്ക്രൂ വയ്ക്കുമ്പോൾ കര എന്നൊരു ശബ്ദം. അപ്പോൾ ഇങ്ങനെ ആടി കഴിയുമ്പോൾ വേറെ നമുക്ക് കൈ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അനക്കൊന്നുമില്ല. അല്ലെങ്കിൽ ഇതിന് അഡീഷണൽ ഈ അടിയിലത്തെ ഒരു ക്ലാമ്പ് ഉണ്ടല്ലോ, അത് മാറ്റിയിട്ട് വേറെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർഫെക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ മേടിക്കുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ടൈപ്പ് മോഡൽ സാധനം മേടിക്കരുതിട്ടോ. അത് സംഭവം ഇതിൻ്റെ ഉള്ളിൽ സ്പേസ് ഉണ്ട്, അതുപോലെ തന്നെ ഇങ്ങനെ മടക്കി വെക്കാം. അതുപോലെ തന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇത് എന്താ പറയുക, കൈ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്യാപ്പിൽ മാറ്റി വയ്ക്കാനുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിലും എത്രയാണ് മാറുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ കൂടുതൽ വരുമ്പോൾ കര ശബ്ദം കൂടുതലേ വരുള്ളൂ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞൊരു ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ടൈപ്പ് അല്ലാണ്ട് വേറൊരു ടൈപ്പ് ഉണ്ട് നമ്മളുടെ, എനിക്ക് തോന്നുന്നു അത് മരമല്ല, പ്ലൈവുഡിൽ ഉണ്ടാക്കിയിട്ടുള്ള ടൈപ്പ്. അത് കാണാൻ സംഭവം ഇതിനേക്കാളും ലേശം വൃത്തി കുറവാണ്. പക്ഷേ ആ സാധനമാണ് ശബ്ദമൊന്നും ഇല്ലാണ്ട് ഇനിയിപ്പോൾ സ്ക്രൂ ചെയ്തില്ലെങ്കിലും നല്ല ടൈറ്റിൽ ഫിറ്റ്മെൻറ്റിൽ അടിപൊളിയായിട്ടിരിക്കുക. അപ്പോൾ മേടിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ സൈസ് മേടിക്കണേക്കാളും നല്ലത് ആര് മേടിക്കുകയാണെങ്കിൽ അത് മേടിക്കുകയാണ് കേട്ടോ. എനിക്ക് അത് തന്നെയായിരുന്നു ഇഷ്ടം. പക്ഷേ അന്ന് അവിടെ പോയപ്പോഴേ നമ്മൾ ഒരേ കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി കഴിയുമ്പോൾ അപ്പോൾ അവിടെ ആ സാധനം ഇല്ലെങ്കിൽ കിട്ടിയത് ഏതെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ഫിറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ സാധനം ഫിറ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണ തൃപ്തിയല്ല ശരിക്കും പറഞ്ഞാൽ, എന്നാലും കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഇങ്ങനെ കൈ വെക്കേണ്ട ഒരു പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൈ വെച്ച് ഗിയറാണെങ്കിലും സുഖമായിട്ട് ഇങ്ങനെ നമുക്ക് ഇതുമ്മ വലിച്ചിടാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. അതെനിക്ക് ഭയങ്കര താല്പര്യം. പിന്നെ സീറ്റ് കണ്ടില്ല, സീറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് കഴിഞ്ഞാൽ സീറ്റുമ്പോൾ കണ്ടു അഴുക്കുണ്ട് അത്യാവശ്യം. അപ്പോൾ പൊടി വലിച്ച് കളയാനേ പറ്റുള്ളൂ. സീറ്റയിൽ ആവണേ നമുക്ക് അഴുക്ക് നമുക്ക് കഴുകുക എന്ന് പറഞ്ഞാൽ ഇൻറ്റീരിയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ആകെ ഇത്ര ലോഡിയുള്ളൂ. അപ്പോഴേക്കും നമുക്ക് ഇൻറ്റീരിയർ വേറെ ഉൾവശമോ അല്ലെങ്കിൽ വേറെ സംഭവങ്ങളൊന്നും കുഴപ്പമില്ല. സീറ്റ് കണ്ടോ, ബാക്ക് സീറ്റ് ആയാലും കണ്ടോ, ബാക്ക് സീറ്റുമ്മിലൊക്കെ വെള്ളം വീണിട്ട് നമ്മളൊരു കുപ്പി വെള്ളം ഇന്നലെ എടുത്ത് മുത്ത് കുടിച്ചതിന് ശേഷം ആ വെള്ളത്തിൻ്റെ കുപ്പിയിലുണ്ടായിരുന്ന കടയ്ക്കാൻ മറന്നുപോയി. അത് വീണപ്പോഴേക്കും ആകെ തവിട്ടുപൊട്ടിയായി എന്ന് പറയില്ല. അപ്പോൾ വേറെ ചാരി സീറ്റിന് അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്തൊന്നും കുഴപ്പമില്ല. ഇരിക്കുന്ന സീറ്റ് ഇതാണ്. പിന്നെ മാറ്റും സംഭവങ്ങളൊക്കെ നമുക്ക് ഈ 700 രൂപ 600 രൂപയും കണ്ടാണ് കേട്ടോ അന്നായിട്ടുള്ളൂ. ഈ മാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല, നല്ലൊരു മാറ്റാണ് കേട്ടോ. വല്ല പൊടിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്ത് കുട്ടി കളഞ്ഞാൽ മതി, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പിന്നെ നമ്മൾ ആകെ അഡീഷണൽ ആയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോൾഡർ, മറ്റേ ഫോൺ ഹോൾഡറാണ് വെച്ചിട്ടുള്ളത്. മാഗ്നറ്റിക്കാണ്. ഇത് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കയറ്റി ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പെർമനൻ്റ് ആയിട്ട് വെക്കണമെങ്കിൽ അങ്ങനെ, അല്ല വല്ല ആവശ്യത്തിനും വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുമ്മേ ഒട്ടിച്ച് വെക്കുകയും ചെയ്യാം. അപ്പോൾ ആ ഒരു സംഭവം. പിന്നെ അത് ഇവിടേക്ക് കേബിൾ എത്തില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ചാർജ് ചെയ്യേണ്ട വല്ല ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു സാധനം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് നിവർത്തി ഇങ്ങനെ വെക്കാൻ പറ്റും. തന്നെയല്ല ഈ ബാക്കിലത്തെ ഇതുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇതുമ്മേ ഇങ്ങനെ കയറ്റി വയ്ക്കാം. 100 രൂപ ഉള്ളൂ കേട്ടോ ഈ സാധനത്തിന് വില. അപ്പോൾ ഇത് വെക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഗുണമുണ്ട്. അല്ല ഇവിടെ തന്നെ നമുക്ക് വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെന്ന് വെച്ചാൽ ഏത് സമയം നമ്മുടെ മുഖത്തേക്ക് ഇതിൻ്റെ ലൈറ്റ് അടിക്കേണ്ടെന്നുള്ള കണ്ടീഷനിലാണ് നമ്മൾ
ഇത് മാറ്റിയിട്ട് ഈ സൈഡിലേക്ക് വെക്കണം. അപ്പോൾ ചാർജ് ചെയ്യേണ്ട വല്ല ആവശ്യം വന്നാൽ മാത്രം അവിടെ വെച്ചാൽ മതി. പിന്നെ എ സിയും കാര്യങ്ങളൊന്നും ഒരു തണവ് കുറവോ വേറെ കംപ്ലയിൻസ് കാണിക്കില്ല, വേറെ യാതൊന്നുമില്ല. പിന്നെ എന്താ പറയുക, അധികം നൂലാമാലകളൊന്നുമില്ല. പോസിറ്റീവ് മറ്റേ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ഇതിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, വേറെ യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഞാൻ ആദ്യമൊക്കെ ഒരു കാര്യമൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു എടുത്ത സമയത്തൊക്കെ. നമ്മളുടെ മനസ്സിലെന്താ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആൾക്കാർ കയറുമ്പോൾ ടിഷ്യൂ പേപ്പർ, വെള്ളം, അതുപോലെ ഒരു സ്നാക്ക്, നമ്മൾ ഇതിലൊക്കെ എന്താ പറയുക ബസ്സിലൊക്കെ കയറുമ്പോൾ ഉണ്ടാവില്ലേ. പിന്നീടാണ് മനസ്സിലായത് ഇതിൽ കയറുന്ന ആൾക്കാർ ഹിന്ദിക്കാരും അതുപോലെ തന്നെ അത്യാവശ്യമായിട്ട് അങ്ങനെ ഇങ്ങനെ അല്ലാണ്ട് ഒരു പക്കാ യാത്രക്കാർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യാത്ര വിളിക്കുന്ന ആൾക്കാർ വളരെ കുറവുണ്ടാവുള്ളൂ. അവർ കയറി ഇറങ്ങി അവർ ചിലപ്പോൾ ഫോണിൽ നിന്ന് എന്താ പറയുക കൈ എടുക്കണം പോലും ഉണ്ടാവില്ല, ഫോണിലായിരിക്കും. വണ്ടി കയറണത് ഇറങ്ങണത് ഒന്നും അറിയില്ല. OTP പറഞ്ഞു തരുമ്പോൾ മാത്രമാണ് നമ്മൾ അറിയുള്ളൂ. ആ സമയത്ത് ഇപ്പോൾ നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്തിട്ട് എന്ത് കാര്യം എങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല, വണ്ടി നീറ്റായി വയ്ക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആര് കയറി ഇറങ്ങിയാലും എയർ ഫ്രഷറും കാര്യങ്ങളൊക്കെ അടിച്ച് നല്ല നീറ്റാക്കി എന്താ പറയുക പൊടിയൊക്കെ വലിച്ച് കൂടുതൽ വല്ല പൊടിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് തട്ടിക്കളഞ്ഞ് അത് അങ്ങനെ നീറ്റാക്കി വയ്ക്കുക എന്നല്ലാണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വെള്ളം പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിപ്പോൾ നമ്മൾ വെള്ളം ഞാൻ ആദ്യമൊക്കെ വെച്ചായിരുന്നു 2-3 കുപ്പി വെള്ളമൊക്കെ എല്ലാ ഇതിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ആൾക്കാർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് പൊട്ടിക്കാത്ത മിനറൽ വാട്ടർ സംഭവങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ വെക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് തന്നെ ഡൗട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കുടിച്ചോ എന്ന് പറയുമ്പോൾ വെള്ളം എങ്ങനെയും കണ്ടിട്ട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങുമ്പോൾ പൈസ തരാൻ നിൽക്കുക. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇതൊരു കച്ചവടം പോലെയോ, അപ്പോൾ അത് വേണ്ട, പിന്നെ ആ പരിപാടി വേണ്ടാന്ന് വെച്ചിട്ട് വെള്ളം എടുത്ത് വയ്ക്കും. നമുക്ക് കുടിക്കാനുള്ള വല്ല ആവശ്യത്തിന് വല്ലവരും വന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം എടുത്ത് കേട്ടോ കുടിക്കണം വെള്ളമെന്ന് പറയാം, അത്ര തന്നെ. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടി വീണ്ടും പൈസ ചിലവ് ചെയ്ത് ആൾക്കാർക്ക് മനസ്സിലാവാണ്ട് നമ്മൾ ഇതൊക്കെ ചെയ്തു കൊടുത്തിട്ടും പ്രത്യേകിച്ച് ഉപകാരവും കാര്യങ്ങളും ഒന്നുമില്ല. ആൾക്കാരത് യൂസ് ചെയ്യാനല്ല. എന്ത് സംഭവം നമ്മൾ ഇപ്പോൾ ഒരു ലോങ് പോവുകയാണെങ്കിൽ സംഭവം ഇതൊക്കെ വേണം. പക്ഷേ അങ്ങനത്തെ ഓട്ടങ്ങളൊക്കെ വളരെ അപൂർവമാണ്. ലോങ് ആയിട്ട് നമുക്ക് ഇങ്ങനെ നല്ല അടിപൊളി ആൾക്കാർ ഇല്ലെങ്കിൽ ഇപ്പോൾ 2-3 പേരുണ്ടെങ്കിൽ അവർ വർത്താനം പറഞ്ഞിരിക്കുക, അവർക്ക് അതോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും നോക്കാനൊന്നും സമയമില്ല എന്ന് പറയില്ലേ. അപ്പോൾ അങ്ങനെ ഒക്കെ നോക്കുന്ന സമയത്ത് കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ എന്താ പറയുക ഒരു അടിപൊളി സംഭവങ്ങളായിട്ട് ഇങ്ങനെ പോകുന്നു. വണ്ടി എനിക്ക് ഇങ്ങനെ ഈ ഒരു ഫീൽഡ് ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് നമ്മൾ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തുകൊണ്ടിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് ഡീസൽ അടിച്ചിട്ട് അല്ലെങ്കിൽ പെട്രോൾ അടിച്ചിട്ട് വെറുതെ ഒരു പരിപാടിയില്ല, എവിടേക്കും പോകാനില്ല. അപ്പോൾ എന്ത് ചെയ്യും, നേരെ വണ്ടി എടുത്ത് ഒന്ന് കറങ്ങാൻ പോയി അങ്ങനെ ഫുഡ് കഴിച്ചു അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് വെറുതെ അവിടെ എവിടെയും കറങ്ങി നടന്ന് നമ്മുടെ ടൈമും പോവാണ്, കാശും നല്ല ചിലവായിരുന്നു. ഇപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ പൈസയും ചിലവില്ല. ഇനിയിപ്പോൾ ഭയങ്കര പൈസ കുറവാണെന്ന് വിചാരിച്ചിട്ട് ഓട്ടങ്ങൾ വരണ്ടെന്നാലും ഞാൻ എടുക്കാറുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, എത്ര പൈസ കുറഞ്ഞാലും വരുന്ന ഓട്ടങ്ങൾ തീരെ എടുക്കണില്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഓട്ടം കുറയാതെ തന്നെയല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം വെറുതെ ഇരിക്കേണ്ട അങ്ങോട്ട് ഇങ്ങോട്ട് പോയി നിൽക്കുകയല്ലോ എന്നല്ല, അല്ല ലാഭം നോക്കിയിട്ട് അതവിടെ വെറുതെ ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞായിരുന്നു ഇത് രാജേഷിന് ഉദ്ദേശിച്ച് നമ്മൾ മേടിച്ചതായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അവന് ഈ ഒരു സംരംഭം നോക്കി ഓടിക്കാനും പറ്റണില്ല. മറ്റെന്താ പറയുക മൊബൈലിൽ ആപ്പും കോപ്പും സാധനങ്ങളൊക്കെ നോക്കി ഓട്ടം വരുന്നത് എവിടേക്കാന്നൊക്കെ നോക്കി മാപ്പിട്ട് പോകാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാരണം ആ ഒരു പരിപാടി വേണ്ടാന്ന് വിചാരിച്ചു. ഇപ്പോൾ ടിപ്പറിനാണെങ്കിൽ ഓട്ടോയിൽ ടിപ്പർ കയറ്റിയിട്ടേക്കാണ്. ആളാണെങ്കിൽ എനിക്ക് തോന്നുന്നു അല്ലറ ചില്ലറ വേറെ വല്ല കേസ് കെട്ടുകൾക്ക് പോകുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഓട്ടം വരുന്ന സമയത്താണെങ്കിൽ ആളുണ്ടാവില്ല, ആളുള്ള സമയത്ത് ഓട്ടം ഉണ്ടാവില്ല എന്നതാണ് ഇപ്പോഴത്തെ വിശേഷം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വണ്ടി എടുത്ത് ഇവിടം വരെ വന്നിട്ടുണ്ടായിരുന്നു. വീടിൻ്റെ മുകളിൽ ട്രസ്സിൻ്റെ വർക്ക് അടുത്ത ദിവസം ചെയ്യേണ്ട ട്രസ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ച് പറലിങ്ങും കാര്യങ്ങളൊക്കെ തുരുമ്പും കാര്യങ്ങളൊക്കെ വന്ന കാരണം അതൊക്കെ ഒന്ന് മാറ്റിയടിക്കണം. അപ്പോൾ അടുത്ത ദിവസം അതും മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ രാജേഷും ഞാനും കൂടി പോയി കൊണ്ടുവന്ന് വണ്ടി ഓടിച്ചിട്ട് കുറേ നാളായിരുന്നു അന്നൊന്ന് ഓടിച്ച് കൊണ്ടുവന്നത്. പിന്നെ വീടിൻ്റെ ആയാലും നമ്മൾ കുറേ കൊല്ലങ്ങളായിരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ആവാറായിട്ട് കുറച്ച് പെയിൻറ്റിങ് അടിക്കേണ്ട സമയമൊക്കെ ആയി. അതുപോലെ തന്നെ മുകളിലൊക്കെ നമ്മുടെ ഡ്രസ്സല്ല പൈപ്പൊക്കെ കണ്ടില്ലേ, പൈപ്പിൻ്റെയൊക്കെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ പൊളിഞ്ഞു തുടങ്ങി. കുറേ കാലങ്ങളായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പൊളിച്ചിലും കാര്യങ്ങളൊക്കെ വരുമല്ലോ കണ്ടോ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പൊളിഞ്ഞു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും കാര്യങ്ങളൊക്കെ ഒന്ന് പെയിൻ്റ് അടിക്കണം. പിന്നെ എന്താ പറയുക ഈ സൈഡിലത്തെ എനിക്കൊരു ചെറിയ ഐഡിയ ഉള്ളതാണ്. കട്ടയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ മണ്ണ് ആക്കിയിട്ട് അവിടെ ഒരു ചെടി നിലത്ത് മണ്ണിൽ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സൈഡ് മാത്രം ചേർത്ത് ഈ ചട്ടിയിൽ വെക്കണേക്കാളും നന്നായിട്ട് ഉണ്ടാവും എന്നുള്ളൊരു കണ്ടീഷനിൽ അതൊന്ന് ചെയ്യാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ ചെടികൾ വെയിലൊക്കെ ആയ കാരണം ഇങ്ങോട്ടേക്കൊക്കെ മാറ്റി എല്ലാ സംഭവങ്ങളും സൈഡിലേക്ക് വെച്ചു നനച്ചു. അപ്പോൾ വെയിലൊന്നും വലിയ കാര്യമായിട്ട് കൊള്ളേണ്ട ആവശ്യം വരില്ല. അപ്പോൾ വീടിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളും ഒക്കെ ചെയ്യണം. പിന്നെ ആ സൈഡിലാണെങ്കിലും മറ്റെന്തിട്ട് പറയുക നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് അല്ലെങ്കിൽ എന്താ ഫ്രൂട്ടിൻ്റെ പേര്, അങ്ങനെ ഒരു ഫ്രൂട്ടുണ്ട്. അതിൻ്റെ വള്ളിയാണ് പടർന്ന് കിടക്കണം, നിറച്ചും സാധനം അതിനകത്ത് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ തണവും കാര്യങ്ങളൊക്കെ അതിൽ കിട്ടും. അപ്പോൾ എന്തായാലും എന്തേ കണ്ടോ ട്രസ്സിൻ്റെ കണ്ടു അവിടെ ഇത് വന്നു
അത് മറ്റേ പൂച്ചയാണോ എന്തോ സാധനം ചാടിയിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് അതിൻ്റെ വെയിറ്റ് കൊണ്ട് ആ സാധനം പൊട്ടി താഴെ വീണു. അപ്പോൾ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സ്ക്രൂ ചെയ്യണം. അങ്ങനെ അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ ചെയ്യാനുണ്ട് നമുക്ക്. പെയിൻറ്റിങ് അതുപോലെ ഫ്ലോറ് കാര്യങ്ങളൊക്കെ കുറേ നാളായില്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തികേടായി. അങ്ങനെയുള്ള ഡോറ് ഒക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ വണ്ടിയുടെ ഇന്ന് കൊണ്ടുപോയി ഞാൻ പറഞ്ഞില്ലേ സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളിലത്തെ പൊടിയും കാര്യങ്ങളൊക്കെ തട്ടിയ ബാക്കിയുള്ള വാഷിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ ചെല്ലുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കണം. അവിടെ ഈ വാഷിങ്ങിനാണ് ഏറ്റവും അധികം സമയവും ഇതൊക്കെ കൂടുതൽ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് പറ്റുകയാണെങ്കിൽ കണ്ടമാനം വണ്ടി ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വാഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ നേരെ മറ്റേ മണ്ണുത്തിയിൽ ടോപ്പ് ക്ലീനിൽ നമ്മളെപ്പോഴും പറയാനുള്ള പോലെ അവിടെയാണ് കൊണ്ടുപോകുന്നത്. അവിടെ ആകുമ്പോൾ നമുക്ക് നിന്ന് പെട്ടെന്ന് ചെയ്തു തരുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എത്രത്തോളം ഡാമേജ് ആയിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫിൽറ്ററുകളായാലും ഓയിലൊക്കെ കറുത്തിട്ടുണ്ട്, ഇതൊക്കെ നമുക്ക് അങ്ങനെ അറിയാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പോയിട്ടാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറേ ദിവസങ്ങളായിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകാണ് കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് നമ്മുടെ ഫ്ലോറിൻ്റെ കാര്യമായാലും പെയിൻറ്റിൻ്റെ കാര്യമായാലൊക്കെ പറഞ്ഞത്. പിന്നെ നമ്മുടെ സ്കൂട്ടർ ഇതേ ഇപ്പോൾ ഓൾറെഡി സ്കൂട്ടർ മേടിച്ചിട്ട് ഞാൻ പറഞ്ഞ് കുറേ നാളുകളായി. പക്ഷേ എന്താ ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ സ്കൂട്ടർ നമ്മുടെ പേരിലേക്ക് മാറ്റാനായിട്ട് പറ്റിയിട്ടില്ല. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കൂട്ടറിൻ്റെ മേടിച്ച ചേട്ടൻ ഞാൻ അറിയാവുന്നൊരു ചേട്ടനായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ്റെ RC ബുക്കിൽ പഴയ കൊടുത്തിട്ടുള്ള പേരിൻ്റെ ഇൻഷ്യലും അതുപോലെ തന്നെ പഴയ നമ്മുടെ ആധാർ കാർഡിൽ കൊടുത്തിട്ടുള്ള ഇത്ര കൊല്ലം മുന്നുള്ള വണ്ടിയല്ല, ആധാർ കാർഡിൽ വന്നിട്ടുള്ള പേരും വ്യത്യാസമുണ്ട്. പേരെന്ന് പറഞ്ഞാൽ ഇൻഷ്യൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാറ്റാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് മാറ്റണമെങ്കിൽ കുറേ നൂലാമറകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ സമയമെടുക്കും അതൊന്ന് ശരിയാക്കി കിട്ടാൻ. അപ്പോൾ ഇപ്പോഴും ആളുടെ പേരിലാണ് ഈ വണ്ടി നിൽക്കുന്നത്. എന്നിട്ട് ഇനിയിപ്പോൾ ആളുടെ പേരിൽ നിന്ന് മാറ്റെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ ഇപ്പോൾ എന്താ പറയുക, മുത്തും ഇതൊക്കെ അവിടെ വീട്ടിൽ പോയിക്കാണ് കേട്ടോ. അപ്പോൾ സൈക്കിളൊക്കെ ഇവിടെ കയറ്റി ഭംഗിയായിട്ട് വെച്ചേക്കുക. 2 സൈക്കിൾ ഇതിൻ്റെ ഫ്രണ്ടൊക്കെ ഒടിച്ചു. ആൾ പഴയ സൈക്കിളിൽ ഒരു കുഴപ്പമില്ല, ഞാൻ ചവിട്ടിക്കൊണ്ട് നടക്കുന്നതുകൊണ്ട് അതിന് വലിയ കുഴപ്പമില്ല. പുതിയതാണെങ്കിൽ ആളുടെ വക ഇടയ്ക്കിടയ്ക്ക് ചവിട്ടി ഒടിച്ച് തവിട്ട് പൊട്ടിയൊക്കെയാണ് ചെയ്യണത്. പിന്നെ നമ്മളുടെ ഈ സൈഡിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കണ്ടോ അഴുക്ക് പൂപ്പായും കാര്യങ്ങളൊക്കെ പിടിച്ചും അതിലൊക്കെ ആകെ ഇത്ര കൊല്ലമായതുകൊണ്ട് അങ്ങനത്തെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട്. പിന്നെ അത് നമ്മൾ മുകളിൽ നിന്ന് വീണിട്ടുള്ള ഷീറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡ്രസ്സ് പണി കാര്യങ്ങൾ അത് ചെയ്യാനുണ്ട്. പിന്നെ വണ്ടിക്ക് പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഓൾറെഡി സർവീസ് മാത്രമേ ചെയ്യാറുള്ളൂ. വേറെ എന്താ പറയുക ഒന്നും ചെയ്യാനായിട്ടുള്ള മെയിനായിട്ടുള്ള സംഭവങ്ങൾ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നേരെ നമുക്ക് ടോപ്പ് ക്ലീൻ മണ്ണുത്തിലേക്ക് പോവാം. കുറേ നാളായിട്ടില്ല, 2 മാസമായിട്ടുള്ളതുകൊണ്ട് മറ്റേ സർവീസ് ചെയ്തിട്ട് 10,000 അപ്പോഴേക്ക് 20,000 3 മാസമായി ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അത്ര കുറച്ചായപ്പോഴേക്കും അടുത്ത കിലോമീറ്റർ ചടാന്ന് പറഞ്ഞിട്ടായി. ഇനിയിപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ 2 മാസം 3 മാസം കൂടുമ്പോൾ 10,000 ആവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ മാസം ഒരു 3000 കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടുന്നത്, ഡെയിലി ഒരു 100 കിലോമീറ്റർ. പക്ഷേ ശരാശരി നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ 300 ഓടും, ചിലപ്പോൾ എന്താ പറയുക 100 ഓടും, ചിലപ്പോൾ കൂടുതലും കുറവ് അങ്ങനെ വരാം. അപ്പോൾ അതനുസരിച്ച് സർവീസ് എങ്ങനെ വരും എന്നുള്ളത് അറിയില്ല. എന്തായാലും ഈ സർവീസിന് എത്രയാവും, എങ്ങനെ കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ ചെയ്യണമെന്നുള്ളത് നമുക്ക് അവിടെ ചെന്നിട്ട് നേരെ കാണാം. നേരെ ഇപ്പോൾ എവിടേക്ക് മണ്ണുത്തി ടോപ്പ് ക്ലീനിലേക്ക് പോകാം. ഓക്കെ. CNGയുടെ പ്രോബ്ലം ഒരു വലിയ പ്രോബ്ലമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും CNG ഫുൾ ടാങ്ക് അടിച്ച് പോരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തൃശ്ശൂരാണെങ്കിൽ തൃശ്ശൂർ സർക്കിളിൻ്റെ ഉള്ളിൽ സംഭവം ഒരു 5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഒരു 10 പമ്പ് ഉണ്ടാവും. പക്ഷേ എപ്പോൾ പോയാലും ഇതൊക്കെ കാളത്തോട് പമ്പാണ്. പക്ഷേ ഇവിടെ ഒക്കെ എപ്പോൾ പോയാലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ കുറവാണ്. പ്രഷറുള്ള സമയം വളരെ കുറവാണ്. അപ്പോൾ പ്രഷർ കുറവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടാങ്കിലൊരു 1/4 ഭാഗം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ലേശ കയറുള്ളൂ. അപ്പോൾ അത് കാരണം പിന്നെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ CNGയുടെ വണ്ടികളുടെ എണ്ണം കൂടിയത് കൊണ്ട് തന്നെ ഇത് കിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ട്. എപ്പോഴും ക്യൂ ഉണ്ടാവും. ഇപ്പോൾ തൃശ്ശൂർ ഭാഗത്ത് എനിക്ക് തോന്നുന്നു ഏറെക്കുറെ എല്ലാ CNGയുടെ പമ്പിലും പ്രഷർ കുറവും. വല്ലപ്പോഴാണ് പ്രഷറുള്ള സമയത്ത് നമുക്ക് അടിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ ഈ പറഞ്ഞ പോലെ പ്രഷർ കുറവായിട്ട് പകുതി കയറലും, പിന്നെ അല്ലാത്തപ്പോൾ ഇല്ല, പകുതി സ്ഥലത്ത് ഇല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് CNGക്ക് അങ്ങനെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. സംഭവം പെട്രോളിനെ വെച്ച് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാഭമാണ്, CNG ഭയങ്കര ലാഭമാണ്. പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനായിട്ട് നമ്മൾ വണ്ടിക്ക് 1 ലക്ഷം രൂപ കൂടുതലാണ് കേട്ടോ. CNG വണ്ടി എന്ന് പറഞ്ഞാൽ പെട്രോൾ വണ്ടീനെ വിട്ടിട്ട് നമ്മൾ 1 ലക്ഷം രൂപ കൂടുതൽ, ആ ഒരു ചെറിയ ലാഭത്തിന് നമ്മൾ 1 ലക്ഷം രൂപ കൂടുതൽ കൊടുത്തിട്ടാണ് കേട്ടോ CNG വണ്ടി എടുക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ ഈ സാധനം കിട്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് അതിനും വലിയ കേസാണ്. ഇപ്പോൾ വീണ്ടും CNGക്ക് വില കൂടിയേക്കുക. CNG ഒരു കുറച്ച് കൊല്ലങ്ങൾക്ക് മുന്നേ പെട്രോളിനേക്കാളും എന്താ പറയുക ഡീസലിനേക്കാളും പകുതി വിലയിൽ നിന്നായിരുന്നതാണ്. ഇപ്പോൾ ഏറെക്കുറെ ഒപ്പത്തിലേക്ക് എത്താറായി. അതിൻ്റെ വില പോയി. അപ്പോൾ നമ്മൾ നേരെ അവിടെയൊന്നും സർവീസ് സെൻ്ററുകൾ ഇല്ലാണ്ടല്ല കേട്ടോ. നമ്മളുടെ ഭാഗത്ത് വിയ്യൂർ ഇതിപ്പോൾ പുതിയതായിട്ട് AM മോട്ടോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ BRD ഉണ്ട്, മറ്റേ പുഴയ്ക്കപ്പാടത്ത്. അതുപോലെ തന്നെ സായി ഉണ്ട്, ഇൻഡസ് ഉണ്ട്, പോപ്പുലർ കാളത്തോട് പോപ്പുലർ ഉണ്ട്. അങ്ങനെ എല്ലാ
സർവീസ് സെൻ്ററുകളുണ്ട്. പക്ഷേ അതൊക്കെ കഴിഞ്ഞ് ഏറ്റവും കയറ്റത്തേക്ക് വരുമ്പോഴാണ് ഇവിടെ ടോപ്പ് ക്ലീൻ ഉള്ളത്. പക്ഷേ എല്ലാവരും ടോപ്പ് ക്ലീനിലേക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പോക്ക് ഭയങ്കര കുറവാണ്. ഞാനാണെങ്കിൽ ഇപ്പോൾ ഒരു 3-4 കൊല്ലമായിട്ട് ഫുള്ള് ടോപ്പ് ക്ലീനിൽ മാത്രമാണ് ചെയ്യാറുള്ളൂ. നമുക്ക് ഏറ്റവും ഇഷ്ടം എന്ന് തോന്നുന്നത് ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ ഞാൻ സർവീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സായിൽ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ പോപ്പുലറിലും, അതുപോലെ ഈ പറഞ്ഞ VRDയിലും ഇൻഡസിലും എല്ലാം സർവീസ് ചെയ്തായിരുന്നു. എൻ്റെ ഒമിനിയൊക്കെ മേടിച്ച സമയത്ത് ഫുള്ള് സർവീസിങ് കൊല്ലങ്ങളോളം ഇൻഡസ് ആയിരുന്നു. പിന്നെയാണ് നമ്മളിപ്പോൾ ഇവിടേക്ക് വന്ന് തുടങ്ങിയോട് കൂടിയിട്ടാണ് നമുക്ക് എന്താ പറയുക കാര്യങ്ങളൊക്കെ കണ്ട് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്ന ഒരു രീതി വന്നപ്പോഴാണ് നമ്മൾ ടോപ്പ് ക്ലീനിലേക്ക് മാറിയത്. മണ്ണുത്തി ഫ്ലൈ ഓവറിൻ്റെ അടിയിലേക്ക് വന്ന് പോലീസുകാർ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് വണ്ടി ഉള്ളിലൊക്കെ ഇങ്ങനെ കയറ്റിയിട്ട് വണ്ടിക്കാരെ ആരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിക്കാനുള്ള പാകത്തിന് നിൽക്കണ്ട കേട്ടോ. മണ്ണുത്തി ഫ്ലൈ ഓവറിൻ്റെ താഴത്തേക്കടെ കട്ട് ചെയ്ത് നേരെ വന്നിട്ട് നമ്മൾ ഹൈവേയിൽ തൃശ്ശൂർ എറണാകുളം അല്ലെങ്കിൽ തൃശ്ശൂർ പാലക്കാട് ഹൈവേയിൽ ആണ് നമ്മൾ മണ്ണുത്തി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ ഈ ടോപ്പ് ക്ലീൻ എന്ന് പറഞ്ഞിട്ടുള്ള സർവീസ് സെൻറ്റർ വരുന്നത്. ഇപ്പോൾ അവിടെ എന്തോ റിനോവേഷനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അത് കാരണം ഉണ്ടോ ഇല്ല എന്നുള്ളത് ഞാൻ വിളിച്ച് ചോദിച്ചില്ല. എനിക്ക് തോന്നുന്നത് പണി നിർത്തി വെച്ചിട്ട് എന്തായാലും റിനോവേഷൻ ചെയ്യില്ല. അപ്പോൾ അത് കാരണം മിക്കവാറും സർവീസ് ഉണ്ടാവുമെന്ന് വിചാരിക്കണം. ചെന്നിട്ട് ഇനിയിപ്പോൾ ഇന്ന് ചെയ്യാൻ ഒഴിവുണ്ടാവുമോ എങ്ങനെയാണെന്നുള്ളതൊന്നും ഞാൻ വിളിച്ച് ചോദിച്ചിട്ടില്ല. ഒന്ന് ചോദിച്ചു നോക്കിയിട്ട് ഇപ്പോൾ സമയം 11:30 സമയം. അപ്പോൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തന്നെ ചെയ്ത് കൊണ്ടുവരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കും, നാളെ ചെയ്ത് തരാൻ പറയും. അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പം മണ്ണുത്തി തൃശ്ശൂർ ഹൈവേ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈ ഓവറിൻ്റെ പണി 4 എണ്ണത്തിൻ്റെ കഴിഞ്ഞ് ഏറെക്കുറെ ആയതായിരുന്നു. അപ്പോൾ സുഖമായിട്ട് നമ്മൾ പോകാമെന്ന് വിചാരിച്ചിരുന്ന സമയത്ത് ഇപ്പോൾ നോക്കുമ്പോൾ വീണ്ടും നടത്തറയിലും പൊളി തുടങ്ങി. അതുപോലെ തന്നെ ഇവിടെയും നമ്മുടെ കുട്ടനല്ലൂർ കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് വീണ്ടും ഈ ബൈപ്പാസിൽ തന്നെ 2 സ്ഥലത്ത് ഇപ്പോൾ വീണ്ടും ഫ്ലൈ ഓവറിൻ്റെ ഇത് പൊളിച്ചു തുടങ്ങി. അപ്പോൾ അത് കാരണം വീണ്ടും ഇനി ഇവിടെയും ബ്ലോക്ക് ആവും. അപ്പോൾ തൃശ്ശൂർ എറണാകുളം പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമില്ല. ഈ പറഞ്ഞ പോലെ തന്നെ ഒന്ന് കഴിഞ്ഞ് ഒന്ന് എന്ന് പറഞ്ഞിട്ട് റോഡ് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ എറണാകുളത്തേക്ക് പോവുകയാണെങ്കിൽ 70 കിലോമീറ്ററിന് 2 മണിക്കൂർ 3 മണിക്കൂർ എന്നുള്ളൊരു സമയം നമ്മൾ കാണേണ്ട അവസ്ഥയായി. അതിപ്പോൾ നമ്മൾ അത് കഴിഞ്ഞപ്പോൾ ശരിയായി എന്നാണ് വിചാരിച്ചത്. പക്ഷേ വീണ്ടും അതുപോലെ തന്നെയായി. ഇതാണ് കേട്ടോ നമ്മുടെ ടോപ്പ് ക്ലീൻ എന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറത്താണ് നമ്മൾ സാധാരണ ടയറിൻ്റെ വർക്കൊക്കെ ചെയ്യാറുണ്ടായിരുന്നത്. ഇത് ഈ പറഞ്ഞിട്ടുള്ള പ്ലാക്കാട്ടിൽ ടയറുടെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് മാരുതി സർവീസ് സെൻറ്റർ ടോപ്പ് ക്ലീൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം കേട്ടോ. പണി നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് ഉള്ളിലേക്ക് കയറ്റാം. ഇവിടെ നമ്മൾ വണ്ടി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ സാധാരണ നമ്മുടെ ഇതങ്ങോട്ട് ഊരി വയ്ക്കും കേട്ടോ. ഇത് ഊരി വെച്ചിട്ട് ഇതിൻ്റെ നെറ്റ് ലൂസ് ചെയ്തിട്ടാണ് സാധാരണ ഗതിക്ക് ഇവർ ഇതിൻ്റെ ഉള്ളിൽ മുകളിലേക്ക് കയറ്റി വെച്ച് പൊക്കോളൂ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയാണ്ടിരിക്കണമെങ്കിൽ ഇതയച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സസ്പെൻഷൻ്റെ വലിച്ചലും കാര്യങ്ങളും ഉണ്ടാവില്ല എന്നുള്ള കണ്ടീഷനിലാണ് കേട്ടോ. എൻജിൻ റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടാണ് വെച്ചേക്കണം. ഞാൻ ഇടയ്ക്ക് ആൾക്കാർ പറയും ഇതിനകത്ത് വെള്ളം അടിക്കാനൊന്നും പാടില്ല, സെൻസർ പോകും അത് ഇതെന്നൊക്കെ പറയും. എന്നാലും എവിടെ ആവാത്ത രീതിയിൽ ഞാനൊന്ന് വെള്ളം അടിച്ച് കഴുകാറുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ. അങ്ങനെ ചില സമയത്തൊക്കെ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാകും എന്നൊക്കെ എല്ലാ ആൾക്കാരും ഇപ്പോഴും പറയുന്നുണ്ട്. എന്നാലും ഞാനത് മൈൻഡ് ചെയ്യാറില്ല. ഞാൻ എപ്പോഴും ഒന്ന് വെള്ളമടിച്ച് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇട്ടതിന് ശേഷം ഒന്ന് വെള്ളമടിച്ച്, അതേപോലെ ഈ സെൻസർ വരുന്ന ഭാഗങ്ങളിലൊന്നും അങ്ങനെ ചെയ്യാറില്ല. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അതൊക്കെ ചെയ്ത് പെർഫെക്റ്റ് ആക്കാറുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ വീല് സ്റ്റെപ്പിന് ഇരിക്കുന്നത് 4 റൊട്ടേഷൻ ചെയ്യുമ്പോൾ അതും കൂട്ടി റൊട്ടേഷൻ ചെയ്യണേ. ബാക്കിലുള്ള ഫ്രണ്ടിലും അങ്ങനെയായിട്ട് വന്നോട്ടെ. ടയർ അങ്ങനെ ചെത്തിപ്പോയിട്ടൊന്നുമില്ലല്ലോ അവിടെ, ഒന്ന് നോക്കി നോക്കിയോളൂ കേട്ടോ. അങ്ങനെ അപ്പോൾ ടയറും കാര്യങ്ങളും ലൂസ് ചെയ്ത് അങ്ങനെ. ഇത് നമ്മുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്ന വണ്ടി SX4 എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. അത് സെയിം വണ്ടിയാണ് ഈ കിടക്കുന്നത്. അതിൻ്റെ പെട്രോൾ വണ്ടിയാണ്. പക്ഷേ അതിൻ്റെ എൻജിൻ തവിട് പോയി. അപ്പോൾ അതുകൊണ്ട് എൻജിൻ പണിയാൻ വേണ്ടിയിട്ട് കയറ്റിയിട്ടുള്ളതാണ്. സാധാരണ ഈ SX4 സാധാരണ മറ്റുള്ള വണ്ടികളെ അപേക്ഷിച്ച് ഇത്തിരി പണി കൂടുതലാണ് കേട്ടോ. എന്നും കംപ്ലയിൻറ്റ് വരാനുള്ള, അതായത് ഒരു 1 ലക്ഷം കിലോമീറ്റർ 1.25 ലക്ഷം 1.5 ലക്ഷം കിലോമീറ്റർ ഒക്കെ ആവുന്നതോട് കൂടിയിട്ട് എൻജിൻ ഭാഗമല്ല മറ്റുള്ള സസ്പെൻഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ബ്രേക്ക് ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് ചെറിയ ഇഷ്യൂസ് കൂടിയൊരു വണ്ടിയാണ് SX4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് തന്നെയല്ല മെയിൻ്റനൻസ് കോസ്റ്റും ഭയങ്കര കൂടുതലാണ്. പവർ വിൻഡോ ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ നല്ല മറ്റുള്ള വണ്ടികളെ ബസ് ഭയങ്കര വില കൂടുതലാണ്. പക്ഷേ ഇൻറ്റീരിയറും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഒരു റോയൽ ലുക്കാണ്. ഇത്ര വില കൂടിയ വണ്ടി ആയതുകൊണ്ട് ഞാൻ 5 കൊല്ലം ഉപയോഗിച്ചിട്ടുള്ളതാണ്. 2 വണ്ടി മാറിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വണ്ടി, ഓടിക്കാനും കാര്യത്തിനൊക്കെ അടിപൊളി വണ്ടി എന്ന് പറയുന്നത് SX4 ആണ്. എല്ലാം കൊണ്ടും മെയിൻ്റനൻസ് കേസ് ഭയങ്കര പൈസയും അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും ഭയങ്കര കൂടുതലാണ്. ഞാൻ ഒരു വണ്ടി എനിക്ക് തോന്നുന്നു 35,000 കിലോമീറ്റർ ഓടിയപ്പോൾ അത് കൊടുത്തു. അത് പെട്രോളായിരുന്നു. പിന്നെ ഒരു വണ്ടി 1.25 ലക്ഷം കിലോമീറ്റർ 1.5 എടുത്തങ്ങണ്ട് അതിന് ശേഷമാണ് കേട്ടോ കൊടുത്തത് ഡീസൽ വണ്ടി. ആ ഡീസൽ വണ്ടി കണ്ടമാനം ഉപയോഗിച്ചു.
അപ്പോൾ അതുകൊണ്ട് തന്നെ SX4 നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. ഇപ്പോൾ നമ്മളുടെ എന്തായാലും വീൽ കപ്പും കാര്യങ്ങളൊക്കെ ഊരി ഇനിയിപ്പോൾ നേരെ ഇതിൽ കയറ്റി കയ്യോടെ തന്നെ ചെയ്ത് തരാനായിട്ടാണ് പറഞ്ഞത്. ഒരു സമയം പോലും തുണ്ട് പോലും പാഴാക്കാണ്ട് കയ്യോടെ തന്നെ വീലും കാര്യങ്ങളും അയച്ച് ഇപ്പോൾ 4 വീല് അയച്ച് ക്ലിയർ ചെയ്ത് അതുപോലെ തന്നെ ലൈനിങ്ങിൽ പോയിട്ടോ എന്നുള്ളത് നോക്കി അതിൻ്റെ കാര്യങ്ങളും ഓയിലും സംഭവങ്ങളും മാറ്റി ബ്രേക്ക് പാഡ് പോയിട്ടുണ്ടെങ്കിൽ മാറ്റി ഫിൽറ്ററുകളും സാധനങ്ങളൊക്കെ മാറ്റി എല്ലാം പെർഫെക്റ്റ് ആക്കി തരാമെന്ന് പറഞ്ഞേക്കണം. വാഷിങ് ഇവിടെ ആൾ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാഷിങ് അടുത്ത ദിവസം ചെയ്യാമെന്ന് പറഞ്ഞു. ഇന്ന് ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും, വണ്ടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചെയ്ത് അയച്ച് കയ്യോടെ ആ ഒരു പരിപാടി ചെയ്ത് നമ്മൾ പോകാനുള്ള പരിപാടിക്കാണ് കേട്ടോ. ഈ ഫ്രണ്ടിലത്തെ കോയിൽ സ്പ്രിങ് ഉണ്ടല്ലോ, ഇതിപ്പോൾ അയച്ചു വിട്ട കാരണം കണ്ടോ ഫ്രീ ആയിട്ട് നിങ്ങൾ കണ്ടോ. ഇല്ലെങ്കിൽ ഇതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയും ഇങ്ങനെ നമ്മൾ പൊക്കുമ്പോൾ ഇതും തമ്മിലുള്ള ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഞാന്ന് കിടക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ മുകളിലത്തെ ബട്ടൺ, ഇതിൻ്റെ മുകളിലത്തെ ഒരു ബട്ടൺ അയച്ചിട്ടുണ്ടല്ലോ നമ്മൾ. ഇത് കണ്ടോ ഇപ്പോൾ അയച്ചിട്ട കാരണം തന്നെ അതിൽ നിന്ന് ഊരി പോകും. മറ്റേന്ന് പറഞ്ഞാൽ ഇവിടെ ടൈറ്റായിട്ട് ഇങ്ങനെ നിൽക്കും. ഇതാരും ചെയ്യണത് ഞാൻ കണ്ടിട്ടില്ല. ഈ പറഞ്ഞ പോലെ തന്നെ ഇതാണ് കേട്ടോ നമ്മുടെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല ഒരു കട്ട ഉള്ളി കയറി പോയി എന്ന് പറഞ്ഞില്ലേ, കട്ട ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ജാമായിട്ടാണ് ഇവിടെ ഉള്ളിലേക്ക് സംഭവം. ഇത് പിടിച്ച് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെയാവും, അല്ലെങ്കിൽ ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങോട്ട് സുഖമായിട്ട് ക്ലിയർ ആവും. പെയിൻറ്റും കാര്യങ്ങളൊന്നും പോയിട്ടില്ല, പക്ഷേ നിവൃത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചൂടാക്കുമ്പോൾ ഈ പെയിൻറ്റ് അങ്ങോട്ട് പോയാലോ എന്നുള്ള കണ്ടീഷനിലാണ് തൊടാണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതങ്ങനെ വളഞ്ഞിരുന്നുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തൽക്കാലം കാണുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ, അറിയില്ല ഒരു കട്ടിങ് ഇട്ടതാണെന്ന് വിചാരിക്കുള്ളൂ, അല്ലാണ്ട് വളഞ്ഞിട്ടുണ്ടെന്നുള്ള ഉള്ളിൽ കയറി നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതങ്ങനെ നിൽക്കട്ടെ തൽക്കാലത്തേക്ക്. പിന്നെ നമ്മുടെ ബ്ലാക്ക് കളറൊക്കെ അടിച്ച കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ആ വീൽ കപ്പ് ഇടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ സിൽവറിൽ ഇട്ടെങ്കിൽ വലിയ ഭംഗി ഉണ്ടാവില്ല. പിന്നെ സൈഡും വക്കൊക്കെ ചെറുതായിട്ട് പോകുന്നുണ്ട്, എന്നാൽ കൂടിയും കുഴപ്പമില്ല. നമ്മുടെ ടയറും കാര്യങ്ങളൊക്കെ അഴിച്ചു തുടങ്ങി. ടയറും കാര്യങ്ങളൊക്കെ അഴിച്ചിനി 4 റൊട്ടേഷൻ ചെയ്ത് 5 റൊട്ടേഷൻ ചെയ്ത് ഇത് ഇടണം, സ്റ്റെപ്പിന് അടക്കം. അപ്പോൾ അത് ചെയ്യണം. പിന്നെ ഇപ്പോൾ ബാക്കിൽ നമ്മൾ അടിവശത്തൊക്കെ കയറി ഇങ്ങനെ പൊന്തിച്ച് നിൽക്കുന്നതുകൊണ്ട് ഇവിടെ ആയതുകൊണ്ട് നമുക്ക് കയറി ഇതൊക്കെ കാണാം. എന്തൊക്കെയാണ് ഭംഗിയായിട്ടാണോ ഇരിക്കണം, വേറെ ഒരിടത്ത് ഒരഞ്ഞുണ്ടോ, തട്ടിയിട്ടുണ്ടോ, മുട്ടിയിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുകയും ചെയ്യാം. ഇത് പെട്രോളിൻ്റെ ഇതാണ് കേട്ടോ ഈ പോയിട്ടുള്ള. ഇത് പെട്രോളിൻ്റെ ഇതാണ്, പെട്രോൾ ടാങ്ക് ഇതാണ്. CNG ടാങ്ക് പിന്നെ ഇതിൻ്റെ മുകളിലാണ്. ഇവിടെ വല്ല വെള്ളമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് തുറന്നു വിടാൻ വേണ്ടിയിട്ടുള്ള ക്യാപ്പാണ് കേട്ടോ ഈ സാധനം. ഇത് സ്റ്റെപ്പിനി വെച്ചിട്ടുള്ള ഇതാണ്. സ്റ്റെപ്പിനി ഇതിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. പിന്നെ ടാങ്ക് ഇപ്പോൾ മെറ്റൽ ടാങ്ക് മാറ്റിയിട്ട് ഇതിൻ്റെയൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ടാങ്കാണ് കേട്ടോ. മോനെ ഇതൊക്കെ പ്ലാസ്റ്റിക് ടാങ്ക് ആക്കിയില്ല പെട്രോൾ ടാങ്ക് പുതിയ വണ്ടിയുടെ. ഇത് പ്ലാസ്റ്റിക്കാ, മെറ്റലല്ല. ഉണ്ടോ പ്ലാസ്റ്റിക്കാ, ലോറിയുടെ ഒക്കെ പോലെ. ഞാൻ വിചാരിച്ചു മെറ്റലല്ല. അതെ ഉറപ്പാ, നീ ശ്രദ്ധിച്ചിട്ടില്ല അല്ലേ? അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ, വെയിറ്റ് കുറയ്ക്കാനായിരിക്കും. പിന്നെ അതുപോലെ തന്നെ സൈലൻസർ കാര്യങ്ങൾ ഒക്കെ ഒന്നും വരുമ്പോൾ കാര്യങ്ങളൊന്നും ഇതുവരെ യാതൊരു ഇതൊന്നുമില്ല. സാധാരണ ഈ ജോയിൻറ്റിലാണ് ഈ കൂടുതൽ പിടിക്കുക. ഇതിൻ്റെ ജോയിൻറ്റ് അടിയിലല്ല വന്നിട്ടുള്ള, അതിവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ജോയിൻറ്റ് വന്നിട്ട് അല്ലാത്ത സൈഡിൽ ഇവിടെ ജോയിൻറ്റ് പോയിട്ട് ഈ ജോയിൻറ്റിലാണ് കേട്ടോ ഏറ്റവും പെട്ടെന്ന് തുരുമ്പ് പിടിക്കാനുള്ള ചാൻസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയറൻസ് കൂടുമ്പോൾ വണ്ടിക്ക് നമ്മളുടെ വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ഒരു വെള്ളം തന്നെത്താൻ എഞ്ചിനും ഇതും കൂടിയിട്ട് പ്രവർത്തനം നടക്കുമ്പോൾ ഇത്തിരി വെള്ളം വരും. ആ വെള്ളം ഇങ്ങനെ സൈലൻസിൽ സ്റ്റോറായി ചില സമയത്ത് പുറത്തേക്ക് അങ്ങോട്ട് തള്ളി പോയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ സൈലൻസിൻ്റെ ഇത് തുരുമ്പ് പിടിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അതാണ് ഈ വണ്ടികളുടെയൊക്കെ ഒരു 10 കൊല്ലമാകുമ്പോഴേക്കും സൈലൻസർ തുരുമ്പ് പിടിച്ച് കേടാവാൻ കാരണം. വെള്ളം അടിച്ചിട്ടല്ല, എഞ്ചിനിൽ നിന്ന് വരുന്ന വെള്ളം ഉള്ളിൽ വന്നിട്ടാണ് കേട്ടോ. പിന്നെ അടിയൊന്നും വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കണ. ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ, എവിടെ ഒരു പ്രശ്നമില്ല. നമ്മുടെ സ്വിഫ്റ്റൊക്കെ എടുത്ത് 3 മാസം കഴിഞ്ഞപ്പോഴേക്കും അടി ഒരഞ്ഞിട്ടില്ലേ, അടിയിലത്തെ പേടും ഇല്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. ഫുൾ സംഭവങ്ങൾ ഒരഞ്ഞ് ഇതൊക്കെ മൊത്തം പോയായിരുന്നു കേട്ടോ നമ്മുടെ സ്വിഫ്റ്റ് മേടിച്ച സമയത്ത്. എന്നിട്ട് പിന്നെ വണ്ടി കൊടുക്കണ വരെ നമുക്ക് ഈ അടിയിലത്തെ പേടൊന്നും മേടിക്കാൻ തന്നെ കിട്ടിയിട്ടില്ല. പല പ്രാവശ്യമായിട്ട് പറഞ്ഞ് ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷേ സാധനം ചെല്ലുമ്പോഴൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ സാധനം കിട്ടിയിട്ടും ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഓയിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഓയിലിൻ്റെ ഇത് തുറന്നു വിടാൻ വേണ്ടിയിട്ട് അതിനൊരു ചെറിയ ക്യാപ്പുണ്ട്, ആ ക്യാപ്പാണ് ഇട്ടത്. അത് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തുറന്നിട്ട് കഴിഞ്ഞാൽ ഓയിലും കാര്യങ്ങളൊക്കെ താഴത്തേക്ക് വരും. അതുപോലെ തന്നെ ലൈനിങ്ങും കാര്യങ്ങളൊന്നും തീർന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. സാധാരണ കൂടുതലൊക്കെ തേഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ റിവിറ്റ് വരുന്നുണ്ട്, അത് ഇത് മുരഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം അടക്കം മാറേണ്ടി വരും. അപ്പം നിലവിൽ അതും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു 10,000 കിലോമീറ്റർ കൂടുമ്പോൾ ഇതിൻ്റെ കാലിബർ ചെയ്യണം. അതായത് പിന്നെ ഗ്രീസിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കടകടാന്നുള്ള അടിയൊന്നും ഉണ്ടാവില്ല, ഷെയ്ക്കും കാര്യങ്ങളും, അല്ലെങ്കിൽ ഒരു മണിയടി പോലത്തെ ശബ്ദം എപ്പോഴും വരും. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ ഇതൊന്നും അഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ബെയറിങ് പോയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഇതൊക്കെ അഴിക്കേണ്ട ആവശ്യമുള്ളൂ. അതേപോലെ തന്നെ സസ്പെൻഷൻ്റെ ഒക്കെ വല്ല ബുഷുകളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊന്തിച്ച് നിർത്തുമ്പോൾ നമുക്ക് ആയിട്ട് കാണാം. ഇത് മറ്റേ
ഇതിൻ്റെ എന്താ പറയുക സസ്പെൻഷൻ്റെ ഇതാണ് കേട്ടോ, ബുഷും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇതും അതേപോലെ സസ്പെൻഷൻ്റെ ബുഷും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ലോവർ ആമിൻ്റെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്വിഫ്റ്റ്, നമ്മുടെ പഴയ സ്വിഫ്റ്റ് ഉണ്ടായിരുന്ന സമയത്ത് ഇതൊക്കെ നമുക്ക് മാറ്റേണ്ട വന്നായിരുന്നു. ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ഈ സംഭവങ്ങളൊക്കെ ഇത് ഓക്കെയാണ്. ഇതൊക്കെ സസ്പെൻഷൻ്റെ ഇതായിട്ട് വരുന്നതാണ്. ഇതിനൊന്നും പ്രശ്നങ്ങളില്ല. പുത്തനായ കാരണം നമ്മൾ എടുത്ത് ചാടിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ജമ്പ് അടിക്കുകയൊക്കെ ചെയ്താലാണ് അങ്ങനത്തെ പ്രശ്നങ്ങൾ. അല്ലെങ്കിൽ നിലവിൽ യാതൊരു കുഴപ്പമില്ല. ഇപ്പോൾ എല്ലാം പെർഫെക്റ്റായി. അടിയൊക്കെ ഒന്ന് നമുക്ക് തന്നെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സംതൃപ്തി. സാധാരണഗതിക്ക് വേറെ എവിടെയെങ്കിലും പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വണ്ടിയുടെ അടിയിൽ കയറി നമ്മുടെ വണ്ടിയുടെ അടിയിൽ നിന്ന് കാണണം എന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞാൽ അവരത് സമ്മതിക്കില്ല. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല. ഇവർ തന്നെ ഒക്കെ കയറി കണ്ടോളാൻ പറയുന്നതുകൊണ്ട് നമുക്ക് ഫുൾ ഹാപ്പിയാണ്. ഇപ്പോൾ ഓയിലിൻ്റെ അത് ചോർത്താണ് കേട്ടോ, ഓയിലിൻ്റെ അത് ചോർത്തി ഇനി പുതിയ ഓയിൽ ഒഴിക്കണം. അപ്പോൾ അതിന് ശരിക്കും വേണ്ട ഓയിലിൻ്റെ കളറ് പഴയതാവും തോറും ഇങ്ങനെയാവും. പുതിയ ഓയിൽ ഒഴിക്കുമ്പോൾ നല്ല എന്താ പറയുക പെട്രോളിൻ്റെ ഇതുപോലെയാവും. പിന്നെ ഇതിപ്പോൾ ഒരു 10,000 ഓടി കഴിഞ്ഞ് കഴിയുമ്പോൾ കരി ഓയിൽ പോയി. കരി ഓയിൽ നിന്ന് നമ്മൾ ലോറിക്കൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കരി ഓയിലെന്ന് പറയാൻ പറ്റില്ല കേട്ടോ ശരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ സാധാരണഗതിക്ക് നല്ല കട്ട കൊഴുപ്പാവും നന്നായിട്ട്. ഇതിപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. ഓയിൽ ലൂസാണ്. ഇത് കണ്ടില്ലേ, വീഴുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ കളർ മാറിയില്ല. അപ്പോൾ ഇതിന് വർക്ക് ചെയ്യുമ്പോൾ എന്തായാലും അതിൻ്റെ കളർ മാറും. പിന്നെ 10,000 ആകുമ്പോഴേക്കും അതിൻ്റെ ഒരു ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഗൈഡ് പോവാം, അത് പോവും. ഞാൻ ഇലാസ്റ്റിക് സിറ്റിന്ന് ഉദ്ദേശിച്ചത് അതിൻ്റെ ഗ്രേഡാണ് കേട്ടോ. ആ സംഭവം അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെറുതെ കിടന്ന് വർക്ക് ചെയ്യാന്നല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ശരിക്കും പറഞ്ഞൊരു 5,000-ലൊക്കെ മാറി കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എഞ്ചിൻ്റെ ലൈഫ് ഇപ്പോൾ നമുക്ക് 5 ലക്ഷം കിലോമീറ്റർ കിട്ടുകയാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10 ലക്ഷം കിട്ടും. അല്ല 2 ലക്ഷം കിട്ടുകയാണെങ്കിൽ 4 ലക്ഷം കിട്ടും. അപ്പോൾ അത്ര ഗുണമുണ്ട് കേട്ടോ. ഇത് നമ്മൾ പെട്ടെന്ന് ഓയിൽ മാറ്റുന്നതുകൊണ്ട് നല്ലത് തന്നെയാണ് എപ്പോഴും. അല്ലാണ്ട് ഒരിക്കലും ഓയിൽ മാറ്റുന്നത് ഒരു എന്താ പറയുക നഷ്ടമായിട്ട് കണക്കൂട്ടരുത്. ഓയിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു 6,000-ലൊക്കെ മാറി. എൻ്റെ സ്വിഫ്റ്റൊക്കെ ഉള്ള സമയത്ത് ഞാൻ 8-ലും 10-ലൊക്കെ 10ഒന്നും ആവാൻ നിൽക്കില്ല, 8-ലും 9-ലും 7-ലൊക്കെ ആയിട്ട് അങ്ങനെ ആയിട്ട് സർവീസിൻ്റെ ഇത് വരുന്ന സമയത്ത് മാറ്റി കൊടുക്കാറാണ് കേട്ടോ പതിവ്. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിന് നല്ലതാണ്. പിന്നെ ഓയിലിൻ്റെ ഫിൽറ്ററും ഒന്ന് മാറി കൊടുക്കുക. ഡീസലിൻ്റെ ഫിൽറ്ററൊന്നും അങ്ങനെ പിന്നെ അല്ല പെട്രോളിൻ്റെ ഫിൽറ്ററൊന്നും വലിയ കാര്യമായിട്ട് മാറേണ്ട വലിയ കാരണം വെച്ച് കഴിഞ്ഞാൽ പെട്രോളൊക്കെ വളരെ കുറവ്. എനിക്ക് തോന്നുന്നു ഈ വണ്ടി ഇപ്പോൾ 20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെങ്കിൽ ഒരു 500 കിലോമീറ്റർ ആകെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പെട്രോളിൽ ഓടിയിട്ടുണ്ടാവുള്ളൂ. ബാക്കിയുള്ളത് മുഴുവൻ CNG-യിലല്ല. അപ്പോൾ CNG-യിൽ ഇതൊക്കെ 2 കൊല്ലം കഴിയുമ്പോഴാണ് അതിൻ്റെ സംഭവമൊക്കെ വരുന്നത്. ഇത് കണ്ടോ, അടി ഹൈറ്റ് കുറവായിട്ടുള്ളതുകൊണ്ടുള്ള പ്രശ്നമാണ്. എവിടെയെങ്കിലുമൊക്കെ കയറുമ്പോൾ അടി ഒരയും. ഇത് കണ്ടോ, ഇവിടെ ഒരഞ്ഞുണ്ട്. അതുപോലെ ഫ്രണ്ടിൽ ഇനി ഒരഞ്ഞുണ്ടെന്ന് നോട്ടേട്ടോ എവിടെയെങ്കിലും. പിന്നെ ഇത് മറ്റേ ഉള്ളിൽ ഡ്രം ബ്രേക്കാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് ലൈനറും കാര്യങ്ങളൊക്കെ ഇരിക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 10,000-ൽ അഴിച്ച് നോക്കിയപ്പോൾ ഇതിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ പ്രഷർ പമ്പ് കേടായിട്ടുള്ളത് കൊണ്ട് തന്നെ അടിച്ച് കഴുകാൻ പറ്റില്ല. പിന്നെ ഇന്നലെ ഇവിടെ നന്നായിട്ട് മഴ പെയ്തിട്ട് തൃശ്ശൂർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിയിലൊക്കെ ചെറുതായിട്ട് അഴുക്കുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അഴുക്കെന്ന് പറഞ്ഞ സാധനം നമ്മുടെ വണ്ടിയുടെ അടിയിൽ ഉണ്ടാവാറില്ല. ഇത് വന്നു. ഇത് കണ്ടു, അടി ഇവിടെ എപ്പോഴും ഒരേണ ഒരു സ്ഥലമാണ് ഈ സാധനം. ഹൈറ്റ് നമുക്ക് ആകെ ഇത്ര ഹൈറ്റാണ്, ഒരു 4 ഇഞ്ച് ഹൈറ്റാണ് ഏറ്റവും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഇത് ചെയ്യണ സമയത്ത് കിട്ടുള്ളൂ. പിന്നെ വേറെ എവിടെയും ഉരച്ചില്ല കേട്ടോ. അത് തന്നെയാണ് അടിയിലാകെയുള്ള. പിന്നെ അത് ഇവിടെ ഉണ്ട് ചെറുതായിട്ട്. ഈ 2 മണ്ട താന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെയും അപ്പുറത്തെ സൈഡും വരും. വേറെ എവിടെയില്ല. അപ്പോൾ അടിയൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല. ഓയിൽ ഫുള്ള് ചോർത്തി ഇനി പുതിയ ഓയിൽ ഫിൽറ്റർ കൂടി മാറിയതിന് ശേഷം പുതിയ ഓയിൽ ഒഴിക്കണം. ഈ സൈഡ് കണ്ട, ഈ സൈഡ് പെർഫെക്റ്റായിട്ട് നിൽക്കണം. മറ്റത് ഇവിടെ ഇത്ര ഭാഗം അങ്ങോട്ട് ഉള്ളിലേക്ക് മടങ്ങി നിൽക്കേണ്ടെന്ന് മാത്രം. വേറെ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഇവിടെയും എല്ലാം പെർഫെക്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എഞ്ചിൻ്റെ അടിയിൽ നിന്ന് ചെളിയും കാര്യങ്ങളൊന്നും അടിച്ച് കയറില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാം ക്ലീനാണ്. പിന്നെ ഈ അടിയിൽ നിന്ന് ഈ പ്ലാപ്പിൻ്റെ ഇവിടെ നിന്നാണ് ഇത്തിരിയെങ്കിലും ചെളി കയറുള്ളൂ. വേറെ ഒരു സ്ഥലത്തും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എല്ലാം ഓക്കെയാണ് കേട്ടോ. അതേപോലെ ഈ അഴിച്ചിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ ഓയിലിൻ്റെ ഫിൽറ്റർ. അത് കവറോട് കൂടി പഴയ കവറിൽ പിടിച്ചിട്ട് അങ്ങോട്ട് ഇട്ടിട്ടുള്ളത്. പുതിയ ഫിൽറ്റർ നമ്മൾ ഇട്ടു. ആ ഒരു ഗ്യാപ്പിൽ തന്നെയാണ് കേട്ടോ പുതിയ ഓയിൽ ചോർത്തിയതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഓയിലിൻ്റെ ഫിൽറ്റർ ഇരിക്കുന്നത്. അപ്പോൾ ആ സംഭവം ഫിൽറ്ററും മാറി. അത് ഫിൽറ്റർ ടൈറ്റ് ചെയ്യണ സാധനമാണ് കേട്ടോ. ആ കാണുന്ന ഈ ഒരു ടൂള് ഇത് കണ്ടോ. ഇത് സാധാരണ നമ്മൾ ടിപ്പറിൻ്റെ ഒക്കെ ആണെങ്കിൽ ഒരു ബെൽറ്റ് വെച്ചിട്ട് ടൈറ്റ് ചെയ്യുക. ഇതിന് കറക്റ്റ് ടൈറ്റ് ചെയ്യാനുള്ള ഒരു ടൂൾ അങ്ങനെ തന്നെ വരുന്നത്. അതിനും വരുന്നുണ്ട്, പക്ഷേ ടിപ്പറൊക്കെ സാധാരണ അത് വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ ഓയിൽ ചേഞ്ചും ഫിൽറ്റർ ചേഞ്ചിങ്ങും തീർന്നു കേട്ടോ നിലവിൽ. ഇതാണ് കേട്ടോ നമ്മുടെ ഇത് അഴിക്കണ പരിപാടി എന്ന് പറയുന്നത്. ഈ സംഭവം കാലിബ്രേഷൻ ചെയ്യൽ, അതുപോലെ തന്നെ ലൈനിങ് നന്നായിട്ട് തേഞ്ഞ് പോയിട്ടുണ്ടോ എന്നുള്ള നോക്കണ പരിപാടിയാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ ലൈനിങ് മാറ്റണം. ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊരു ഇത് വരും ബുഷ്, അതിൻ്റെ ഉള്ളിൽ ഗ്രീസ് ഇടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ലൈനിങ് മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഈ സൈഡിലൊരു ബട്ടൺ അഴിക്കുക. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അതിന് ശേഷം ഈ ഒരു പിന്നുണ്ട്, ആ പിന്നങ്ങോട്ട് ഊരിയെടുക്കുക. ഈ പിന്നുമ്മലാണോ സാധാരണ മറ്റേ ഗ്രീസ് ഇടുക? ഈ പിന്നുമ്മ
ഗ്രീസ് ഇട്ടിട്ട് രണ്ടാമത് ഇതിനകത്തേക്ക് സെറ്റ് ചെയ്യുക. അതായത് ഇതിൻ്റെ വർക്കിംഗ് പെർഫെക്റ്റ്, ബ്രേക്കിൻ്റെ വർക്കിംഗ് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടത്. ഇതാണ് ഗ്രീസ് എന്ന് പറയുന്ന സാധനം. ഇത് ഗ്രീസ് തന്നെയാണ് ശരിക്കും ഗ്രീസ്, കാലിബർ ഗ്രീസ് എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, കാലിബർ ഗ്രീസ് എന്ന് പറയുന്ന സാധനം ഒരു പാക്കറ്റാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതിൽ രണ്ടെണ്ണത്തിലേക്ക് തേക്കാനുള്ള കറക്റ്റ് സംഭവം ഉണ്ടാവും. അപ്പോൾ സാധനം തേച്ചിട്ട് വീണ്ടും ഇതിനകത്തേക്ക് വെക്കണം. പിന്നെ നമ്മുടെ ബ്രേക്കിൻ്റെ പേഡ് ഈ കാണുന്നതാണ് ബ്രേക്കിൻ്റെ പേഡ്. അപ്പോൾ ബ്രേക്കിൻ്റെ പേഡ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. സാധാരണ ഗതിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെയൊക്കെ ഞാൻ പറഞ്ഞില്ല 20,000 ആകുമ്പോഴേക്കും പേഡ് തീർന്നു പോകുന്നു. പക്ഷേ ഇത് നോക്കുമ്പോൾ അനങ്ങിയിട്ടില്ല. ഈ നിലയ്ക്ക് പോവുകയാണെങ്കിൽ നമുക്ക് 50,000-ന് മുകളിൽ എങ്ങനെ പോലും കിട്ടും. ഒരു കാൽ ഭാഗം പോലും തേഞ്ഞിട്ടില്ല നമ്മളുടെ. അത് തന്നെയല്ല പൊടിയോ കാര്യങ്ങളോ വേറെ സംഭവങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇനിയപ്പോൾ അപ്പുറത്തെ സൈഡിൽ 2 ഇതുണ്ട്, മറ്റെന്താ പറയുക, പിന്നുണ്ട്. 2 സൈഡിലെ പിന്ന് തുടച്ച് ക്ലിയറാക്കി ഭംഗിയാക്കിയിട്ട് നമ്മൾ അതിലും ഗ്രീസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി തീർന്നു. അല്ലാണ്ട് മൊത്തം അഴിച്ച് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ കണ്ടില്ല നല്ല ഇതിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ പിന്നെ അഴിച്ച് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഉരച്ചിടുകയും കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് അതുപോലും ആവശ്യമില്ല. സൗണ്ട് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയില്ലേ? അപ്പോൾ സൗണ്ട് ഉണ്ടെങ്കിൽ മാത്രം അതൊക്കെ അഴിച്ച് ശരിയാക്കിയാൽ മതി. കാരണം വെച്ച് കഴിഞ്ഞാൽ പൊടിയും കാര്യങ്ങളൊക്കെ നിൽക്കണമെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളേ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇവൻ തന്നെയാണ് കേട്ടോ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തത്. അബി എന്നാണ് പേര്. എവിടെ വീട്? പാലക്കാട്. അപ്പോൾ കഴിഞ്ഞ 2 പ്രാവശ്യം 3 പ്രാവശ്യം ഇവൻ തന്നെയാണ് കേട്ടോ നമുക്ക് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ഒരാൾ തന്നെ ചെയ്യുകയാണെങ്കിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കായാലും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ച് നമ്മുടെ ഐഡിയയിൽ ചെയ്യുമ്പോഴേ നമുക്കൊരു സംതൃപ്തി ഉണ്ട്. അത് തന്നെയല്ല നമ്മളിപ്പോൾ ഓരോന്നും ഇതേപോലെ തന്നെ ഗ്രീസ് ചെയ്യണതും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. പൊടിയില്ല എന്നുള്ളത് കണ്ടു. അതേപോലെ തന്നെ ലൈനിങ് ഈ പറഞ്ഞ പോലെ തന്നെ ഒട്ടും തേമാനം ആയിട്ടില്ല എന്നുള്ളത് മനസ്സിലായി. ഇതൊക്കെ നമ്മൾ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ പെർഫെക്റ്റായിട്ട് കണ്ട് മനസ്സിലാക്കി ഇത് ചെയ്യാൻ പറ്റും. അതേപോലെ ഓയിലിൻ്റെ ക്വാളിറ്റി മാറ്റാറായപ്പോൾ തനി ഗ്രീസ് പോലെ ആയോ, അതിനി കുറച്ചാണോ, അങ്ങനെ വലിയ കുഴപ്പമില്ലാത്തതാണ്. ഇതൊക്കെ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ വണ്ടിയുടെ അടുത്ത് പണിയുമ്പോൾ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം. അത് ഈ പണ്ട് കാലം മുതൽ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി പണിയുന്ന സമയത്ത് വണ്ടിയുടെ ഒപ്പം നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് മനസ്സിലാക്കിയിട്ടുള്ള കാരണം നമുക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് അത് കാണാൻ. അപ്പോൾ അതുകൊണ്ട് വണ്ടി പണിയുമ്പോൾ എപ്പോഴും നമ്മൾ ആയാലും അടുത്തിങ്ങനെ വന്ന് നിന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. സാധാരണഗതിക്ക് നമ്മളിതൊക്കെ ഒരു വലിയ ലൈനിങ് മാറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു പണിയാണെന്ന് വിചാരിക്കും. ഇതൊന്നുമില്ല. 2 ഈ സ്ക്രൂ അഴിച്ചിട്ട് നേരെ ഇത് അഴിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് അഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരെണ്ണം അഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മുകളിലേക്ക് പൊക്കാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ ഇത് കണ്ടു, ഇത് ബ്രേക്കിൻ്റെ ഫിറ്റ് ചെയ്തിട്ടുള്ള മറ്റേ ഇതാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് വെറുതെ കൈ കൊണ്ട് തള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങോട്ട് ഊരി പോരും ബ്രേക്ക് പാഡ്. എന്നിട്ട് അത് തള്ളി അതേപോലെ തന്നെ വെക്കുക. ഇതേപോലെ തന്നെ ഇത് ചെയ്യുക, ടൈറ്റ് ചെയ്യുക. വീലയക്കാൻ പിന്നെ ടയർ പഞ്ചറായി നമ്മളിങ്ങനെ വീലയക്കണം അതേപോലെ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേ ഇത് നാശമായി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ഒരു സ്പാനർ മാത്രം ലൈനിങ് തീർന്നു. വല്ല നമ്മൾ ഊട്ടിക്കോ അല്ലെങ്കിൽ അകലമഴിക്കൊക്കെ ഇറങ്ങിപ്പോയിട്ട് കയറ്റത്തൊക്കെ ഇറക്കത്തൊക്കെ എപ്പോഴും നമ്മൾ ബ്രേക്കുമ്പോൾ കാല് വെച്ചിട്ട് പെട്ടെന്ന് ലൈനിങ്ങിൽ നിന്ന് ശബ്ദം ഒരയണ പോലത്തെ അങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒരു പെയർ നമ്മുടെ കയ്യിൽ ഈ ലൈനർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരയണ ഭാഗം നമുക്ക് അഴിച്ചെടുത്ത് സുഖമായിട്ട് നമുക്ക് തന്നെ ആ സ്പാനർ ഉണ്ടെങ്കിൽ മാറ്റാം. അതിന് വലിയ ആനത്തല പിടിക്കേണ്ട വേറെ യാതൊരു സംഭവങ്ങളും ഇല്ല. അതിനകത്ത് വേറെ മെക്കാനിക്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് പിടിച്ച് നേരെ പൊക്കുക. ഞാൻ നേരെ കാണിച്ചില്ലേ അത്രമാത്രം. ഇവിടെയാണെങ്കിൽ നമ്മളുടെ അതുപോലെ തന്നെ ഇത് മറ്റേ ഇതാണ് കേട്ടോ, എന്താ പറയുക, ഡ്രമ്മാണ്. ഡ്രമ്മും ഈ പറഞ്ഞ പോലെ അനങ്ങിയിട്ടില്ല. ഡ്രമ്മും പോലത്തെ ലൈനിങ്ങൊക്കെ അതേപോലെ എഴുത്ത് പോലും പോയിട്ടില്ല. ചെറിയൊരു ഇതുള്ളൂ. അത് നമ്മൾ പൊടിയും കാര്യങ്ങളൊക്കെ തട്ടി അത് കാണാൻ പറ്റില്ല. നമുക്ക് പൊടി ഉണ്ടോ ഉള്ളിൽ ഇല്ലേ എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് അറിയാനായിട്ട് അഴിച്ച് തട്ടി പെർഫെക്റ്റ് ആക്കി. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ തള്ളിപ്പോയി കഴിഞ്ഞാലാണ് നമ്മുടെ ബ്രേക്ക് പോയി നമുക്ക് വണ്ടിക്ക് ബ്രേക്കില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം ഈ സാധനമൊക്കെ മെൽറ്റായിട്ട് പൊട്ടി തള്ളി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ബ്രേക്ക് ഫ്ലൂഡ് പോകും. ഇപ്പോൾ ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സംഭവം അകന്നിട്ട് ഇതിനകത്താണ് ബ്രേക്ക് പിടിക്കുന്നത്. അത് അകലാണ്ട് വരും, ബ്രേക്ക് കിട്ടാണ്ട് വരും. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ബ്രേക്ക് പൊട്ടാന്ന് പറഞ്ഞാൽ അടുത്ത കേസ് നമ്മുടെ ഈ പൈപ്പുകളുണ്ടല്ലോ, ഈ വരുന്ന പൈപ്പുകളിൽ കൂടെയൊക്കെ ഫ്ലൂയിഡാണ് വരുന്നത്. അത് ഇതിനകത്ത് വന്ന് കയറി ബ്രേക്ക് ചവിട്ടുന്ന സമയത്താണ് ഇതിനകത്തേക്ക് ആ ഫ്ലൂയിഡ് കിടന്ന് വന്നിട്ട് ഈ സാധനം അകന്നിട്ടാണ് നമുക്ക് ബ്രേക്ക് കിട്ടുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സാധനം അകലാണ്ട് വരും. അപ്പോൾ നമുക്ക് എന്താ പറയുക, ബ്രേക്ക് കിട്ടില്ല. അപ്പോൾ അവിടെയാണെങ്കിലും ഈ സെയിം സിസ്റ്റം തന്നെ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈനിങ്ങിന് പകരം നമ്മുടെ ഇതാണെന്ന് മാത്രം, ഡിസ്ക്കാണെന്ന് മാത്രം. അപ്പോൾ ഡിസ്ക് ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതേ സെയിം പ്രൊസീജിയർ തന്നെ നമുക്ക് ഇതിൽ കൂടെ ഇത് വരുന്നു, പൈപ്പിൽ കൂടെ ഇത് വരുന്നു. ഈ പ്രഷർ ഇതിൽ വന്നു കഴിഞ്ഞിട്ട് ഇത് തമ്മിൽ ഇങ്ങനെ യോജിക്കുന്ന സമയത്താണ് ഇത് നല്ല സ്പീഡിൽ കറങ്ങുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഞെങ്ങുമ്പോഴാണ് കേട്ടോ നമുക്ക് ബ്രേക്ക് പിടിക്കണത്. അപ്പോൾ ഇതിലേക്കൂടെ പ്രഷർ ഈ പൈപ്പ് പൊട്ട് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാലാണ് നമുക്ക് ബ്രേക്ക് കിട്ടുക. ഏതെങ്കിലും ഒരു പൈപ്പ് പൊട്ടിയാൽ മതിയിട്ട്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, പെഡലിങ്ങിൻ്റെ പവർ പോയിട്ട് എല്ലാ ഓയിലും ഇതിൽ തള്ളുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് നമുക്ക് കിട്ടില്ല. അപ്പോൾ അവൻ മറ്റേ ഇത് ക്ലീൻ ചെയ്യണുണ്ട്. അവിടെ മറ്റേ ആ ഡ്രം ഉണ്ടല്ലോ, അത് ഉരച്ച് പൊടിയൊക്കെ കളഞ്ഞ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലിയറായി. ഇതിനകത്ത് അങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അത് പുറത്തുനിന്ന് കാണുന്നതും പൊടി പോകുന്ന സിസ്റ്റം അതിൽ തന്നെ ആയിട്ടുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള പൊടി കയറി നല്ല പൊടിയിൽ ഓർണ വണ്ടിയൊക്കെ ആണെങ്കിലാണ് അത് അഴിച്ച് നമുക്ക് അത് അഴിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലത് തന്നെ. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. കാരണം ആവശ്യമില്ലാണ്ട് വെറുതെ അല്ല നെറ്റ് ബോൾട്ട് 1 പ്രാവശ്യം അഴിക്കേണ്ട സമയത്ത് 10 പ്രാവശ്യം അഴിച്ച് അങ്ങനെ കംപ്ലയിൻ്റ് ആക്കണതിൽ പ്രത്യേകിച്ച് കാര്യമില്ല.
ആവശ്യമുണ്ടെങ്കിൽ മാത്രം അഴിക്കുക. ഇപ്പോൾ സാധാരണ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മുടെ നെറ്റ് ഉണ്ടല്ലോ, ആ ഓയിൽ മാറ്റുന്ന നെറ്റ്, ആ ഓയിൽ മാറ്റുന്ന നെറ്റ് വരെ ഈ പറഞ്ഞ പോലെ എല്ലാ ആൾക്കാരും പുതിയതായിട്ടുള്ളൂ. പഴയത് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വാഷ് പോകുന്നത് ഞാൻ സാധാരണ പറയാറുണ്ട്. ആ സാധനത്തിന് ആകെ നിസ്സാര പൈസ ഉള്ളൂ, പക്ഷെ എന്നാലും അത് മാറ്റണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുണ്ടെങ്കിൽ ആ സാധനം മാറ്റിയാൽ മതി. ആവശ്യമില്ലാണ്ട് ആ സാധനം മാറ്റിയാൽ ഓരോ നെറ്റ് ഓരോ പ്രാവശ്യം കഴിക്കുമ്പോൾ ഒരു പ്രാവശ്യമാണ് അതിന്, അല്ലെങ്കിൽ അത് അങ്ങനെ മാറ്റി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഓരോ പ്രാവശ്യം മാറ്റുമ്പോൾ ഞാൻ പറയാറുണ്ട് വേണ്ട, മാറ്റണ്ട, അത് മറ്റു തന്നെ ഇട്ടോ എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇതൊക്കെ ഇട്ട് തന്നെ ഇട്ടപ്പോൾ ഒരു പ്രശ്നമില്ല, കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും വരില്ല. എത്ര പ്രാവശ്യം ഇട്ടാലും ഓയിലിൻ്റെ കിനിച്ചലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, ഒന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടി നിലത്ത് താഴ്ത്തിറക്കിയിട്ട് ഇനിയിപ്പോൾ ടയർ റൊട്ടേഷൻ ചെയ്യുക അതുള്ളൂ. അപ്പോൾ 4 വീലിൻ്റെ പണിയും കഴിഞ്ഞു, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഓയിൽ ചേഞ്ചും കാര്യങ്ങളും കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് നോക്കി ഞാൻ വന്നിട്ട് ഇപ്പോൾ കൂടി കഴിഞ്ഞാൽ 1/2 മണിക്കൂറിന് മേലെ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ആ സംഭവങ്ങളൊക്കെ തീർത്തു. അപ്പോൾ നമുക്കൊരു സർവീസ് ചെയ്യാൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇത്രയാണ് സമയം വേണ്ടു. അപ്പോൾ ഇതിനാണ് അത് ഒരാൾ നിന്നിട്ട് കേട്ടോ, കുറേ ആൾക്കാരൊന്നുമില്ല. ഒരാൾ നിന്ന് കഴിഞ്ഞാൽ 1 മണിക്കൂർ മതി 4 വീലയച്ച് ക്ലീൻ ചെയ്ത്, അതുപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക ഓയിൽ മാറ്റി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിൽറ്ററുകളൊക്കെ മാറ്റാനായിട്ട് 1 മണിക്കൂറത്തെ പണിയുള്ളൂ. ബാക്കി നമ്മളോട് വെറുതെ വണ്ടി പിന്നെ തരാമെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം മുഴുവൻ ഇട്ടാലാണ് അവർക്ക് എന്തെങ്കിലും പൈസയൊക്കെ വൈകുന്നേരം ആകുമ്പോഴേക്കും കൂടുതൽ പറഞ്ഞു മേടിക്കാൻ അത് ചെയ്തു എന്ന് നമ്മൾ നോക്കി നിന്ന് കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞ പോലെ ഏത് സർവീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാലും കണ്ടമാനം നമുക്ക് പൈസയും കാര്യങ്ങളും ആവണതും സമയം വെറുതെ. വേറെ വണ്ടികളുണ്ടെങ്കിൽ ഒരു 10 വണ്ടി ഉണ്ടെങ്കിൽ ആ 10 വണ്ടിയും കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജോലി. അതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചടപെടാമെന്നും ഇപ്പോൾ വേറെ വണ്ടികൾ അങ്ങനെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ഈ വക കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ചെയ്ത് പോവുകയും ചെയ്യാം. തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്ത് പോവുകയും ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ ഫിൽറ്ററുകളുടെയും ഒന്ന് മാറ്റാനുണ്ടെങ്കിൽ മാത്രമായിട്ട് മാറ്റാനുള്ളൂ. ചിലപ്പോൾ AC ഫിൽറ്ററും സാധനങ്ങളൊക്കെ അവർ പറയും 10,000 മാറണമെന്ന് പറയും. ഞാനും നോക്കും നന്നായിട്ട് അഴുക്കുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രം മാറും. പക്ഷേ എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ വലിയ കുറയും നമ്മൾ, അല്ലെങ്കിൽ AC-ക്കും തണവ് കുറവ് ഒന്നുമില്ല, അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്താൽ മതിയാവും. പക്ഷേ എയർ ഫിൽറ്റർ അങ്ങനെയല്ല. എയർ ഫിൽറ്റർ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ സാധാരണ ഗതിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ നന്നായിട്ട് കുറയും. അപ്പോൾ അത് കാരണം എയർ ഫിൽറ്റർ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അതും സാധനങ്ങളും മാറും. അല്ല തീരെ കുഴപ്പമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറില്ല, അത്രമാത്രമാണ് നമ്മൾ ചെയ്യണം കേട്ടോ. പിന്നെ ഇപ്പോൾ വാഷിംഗ് ഇപ്പോൾ ചെയ്യണില്ല. അപ്പോൾ നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള 20,000 കിലോമീറ്ററിലെ സർവീസിൽ അപ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി അത് നോക്കിയിട്ട് ഇപ്പോൾ ചെയ്യണം. അപ്പോൾ കൂടി 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറിനുള്ള വാഷിംഗ് ഉണ്ടെങ്കിൽ 1/2 മണിക്കൂർ 2 മണിക്കൂർ മാക്സിമം അത്രയാണ് നമുക്കൊരു സർവീസിന് വേണ്ട സമയമുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് അവർ ചെയ്യിപ്പിക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ ഓയിൽ വണ്ടി താഴ്ത്തിറക്കിയതിന് ശേഷം ഒഴിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതിനകത്ത് എത്ര ലിറ്റർ ഓയിലാണ് മോനെ വരുന്നത്? 3.1 3 ലിറ്ററും പിന്നെ 100 മില്ലി അത്രയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അത് ഒഴിക്കണേക്കാളും മുന്നേ ഒരു 3 ലിറ്ററൊക്കെ ഒഴിച്ചതിന് ശേഷം കേജിലൊന്ന് കുത്തി നോക്കും. എന്നിട്ട് കറക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 മില്ലി ഒഴിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ കറക്റ്റ് അത്ര ഒഴിച്ചാൽ മതി. ഇപ്പോൾ ഓക്കെ ഇല്ലേ കറക്റ്റ്? മറ്റേ ഇതിൽ കാണുന്ന വരയുടെ അവിടം വരെ ഇല്ലേ നിൽക്കേണ്ട ആവശ്യമുള്ളൂ. ആ മുകളിലത്തെ റോട്ടിൽ മാക്സിമത്തിൽ നിൽക്കണം. പിന്നെ അതുപോലെ തന്നെ ആ എന്താ പറയുക, നമുക്ക് ഈ ഓയിൽ ഒരിക്കലും കുറവ് വരില്ലല്ലോ ഇപ്പോഴൊന്നും പുതിയ വണ്ടിക്കൊക്കെ ആകുമ്പോൾ. അല്ലാണ്ട് ഒരിക്കലും വണ്ടിയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഓയിൽ കമ്മി വരില്ലല്ലോ, പ്രശ്നം വരില്ല. ആ ഓ അപ്പോൾ ഓയിൽ നമ്മൾ എപ്പോഴെങ്കിലും വണ്ടികൾക്ക് കുറവ് വരുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം സീലിങ് സാധനങ്ങൾ എന്തെങ്കിലും പോയിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ എയർ ഫിൽറ്ററാണ് ഊരി എടുക്കുന്നത്. അതെ, ഓ എയർ ഫിൽറ്ററിൻ്റെ ഒന്നും വലിയ കാര്യമായിട്ട് അഴുക്കായിട്ടില്ല കേട്ടോ. ഇപ്പുറത്തെ സൈഡിലുണ്ട് എയർ അടിച്ച് കഴിഞ്ഞാൽ ക്ലിയറായി. സാധാരണ ഗതിക്ക് ഇതൊക്കെ മാറ്റണം എന്ന് പറയും. അപ്പോൾ നമ്മൾ പറയും എന്താ പറയുക, എയർ അടിച്ച് ക്ലിയർ ചെയ്താൽ മതി. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ട് പൊടി വന്ന് അടഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് ഈ സംഭവം ഇതാവുള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് പൊടിയുണ്ട്, ഇത് നോക്കിയോളൂ കേട്ടോ. നമ്മളിപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആവുന്നു. പിന്നെ അപ്പോൾ നമ്മളിത് മാറ്റേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ വണ്ടിക്ക് വലിയ കുറവുണ്ട് അല്ലെങ്കിൽ പെർഫോമൻസ് മോശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഫിൽറ്ററുകളും സാധനങ്ങളൊക്കെ മാറ്റണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സർവീസ് കോസ്റ്റ് ആയാലും സാധ്യതയിൽ നിന്ന് ഇപ്പോൾ 5,000 രൂപ വരുന്നിടത്ത് 10,000 രൂപയിലേക്ക് പോകട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം വരില്ല. നമ്മൾ ആ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞ് അതനുസരിച്ച് വണ്ടിക്കും കേടൊന്നും വരാനില്ല എന്ന്. വണ്ടിക്ക് പൊടി ഉള്ളിലേക്ക് വലിച്ചാൽ മാത്രമാണ് പ്രശ്നമുള്ളൂ. ആ പൊടി നമ്മൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ക്ലീൻ ചെയ്തിടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം വരും. നമ്മുടെ ടിപ്പറൊക്കെ ആണെങ്കിൽ നമ്മുടെ അതിൻ്റെ ഗതിക്ക് ചെയ്യാറ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം, മടയിൽ പറഞ്ഞ വണ്ടിയല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അത് പൊടിയടിക്കാറുണ്ട്. നമ്മുടെ മറ്റേ വണ്ടിയുടെ എഞ്ചിൻ പണിയിട്ട് വന്ന് എയർ ഫിൽറ്റർ പൊടിയടിക്കാണ്ട് കുറേ കാലങ്ങൾ കൊണ്ടുവന്നിട്ട് അത് എയർ ഫിൽറ്റർ മാറ്റൽ നന്നായിട്ട് കംപ്ലയിൻ്റ് ആയാലാണ് ലോറി പോലെയുള്ള സാധനങ്ങളൊക്കെ മാറ്റുള്ളൂ. ഇല്ലെങ്കിൽ പൊടിയടിച്ച് കൊണ്ടുവന്നാൽ മതി. പൊടി അടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടി അടിച്ചില്ലെങ്കിൽ പിന്നെ ഈ പൊടി എഞ്ചിൻ്റെ ഉള്ളിലേക്ക് മെല്ലെ വലിഞ്ഞു കഴിഞ്ഞാൽ പിസ്റ്റൺ വർക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ചെറിയ ഗ്രൂവായി ഓയിൽ ചിലവ് തുടങ്ങും. അതുപോലെ തന്നെ സ്റ്റാർട്ടാവാൻ ബുദ്ധിമുട്ട് വരും. പിന്നെ എഞ്ചിൻ കംപ്ലയിൻറ്റ് വരും. അതുകൊണ്ടാണ് എഞ്ചിൻ പണിയൊക്കെ വരും. അപ്പോൾ
കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലൈൻറ്റ് ആവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ പോവുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇപ്പോൾ അവൻ പൊടി അടിച്ച് കൊണ്ടുവന്നത് അതോട് ഇനി എ സിയുടെ ഫിൽറ്റർ എങ്ങനെയുണ്ട് എന്നുള്ളത് കൂടിയാണ് നോക്കേണ്ടത്. ഇപ്പോൾ എ സി ഫിൽറ്റർ നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ ഉൾവശത്താണ് വരുന്നത്. അപ്പോൾ അത് പൊടിയും കാര്യങ്ങളും പൊടി അടിച്ചിട്ടൊന്ന് കാണിച്ചു കൂട്ടാ എങ്ങനെയുണ്ടെന്ന്. പൊടി അടിച്ചതിന് ശേഷം അത് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് അടിക്കുക അല്ലേ? അതെ. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇപ്പോൾ ചെറുതായിട്ട് പൊടി ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ നന്നായിട്ട് കുറയും. പൊടിയും കാര്യങ്ങളൊക്കെ ഫുള്ള് കളഞ്ഞു. ഓക്കെ. ഇത് പുത്തനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് കളറിൽ നല്ല അടിപൊളിയായിട്ടിരിക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് ആ പൊടി വലിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ലേശം ഇതിൽ വ്യത്യാസത്തിൽ നിൽക്കുന്നു. കാണാൻ ഇത്തിരി ഭംഗി കുറവുണ്ടാവും. അതുകൊണ്ട് കുഴപ്പമില്ല. കാര്യം നല്ല ക്ലിയർ ആയിട്ട് നടന്നാൽ മതി. നമ്മളിപ്പോൾ എ സി ഡി ഒക്കെ ആണെങ്കിലും ഫിൽറ്റർ മാറ്റിയല്ലോ ചെയ്യുക, ക്ലീൻ ചെയ്യല്ല ചെയ്യുക. അപ്പോൾ അതുപോലെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യാം. അല്ലാത്തടത്ത് നമ്മൾ എന്താ പറയുക, മാറ്റിയിടുന്നിടത്ത് മാറ്റിയിടുക, അല്ലാത്തടത്ത് ക്ലീൻ ചെയ്തിടുക. അത്രയാണ് കേട്ടോ ചെയ്യാനുള്ളൂ. ഫിൽറ്ററായാലും നമുക്ക് തന്നെ ഈ പറഞ്ഞ പോലെ നമുക്കറിയാവുമെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ക്ലിപ്പുണ്ട്. ഇവിടെ ഒരു ക്ലിപ്പുണ്ട്, അപ്പുറത്തൊരു ക്ലിപ്പുണ്ട്. അത് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം മുകളിലേക്ക് പൊങ്ങി കഴിഞ്ഞാൽ ഈ സാധനം എടുക്കുക. സാധനം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് സുഖമായിട്ട് ഫിൽറ്റർ വീട്ടിലായാലും നമുക്കായാലും ക്ലീൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വർക്ക്ഷോപ്പിൽ തന്നെ കൊണ്ടുവരണമെന്നില്ല. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. നമ്മളൊന്നും ചെയ്യില്ലാത്തതുകൊണ്ടാണ്. നമുക്കായാലും ചെയ്യാൻ പറ്റും. ബാക്കിലത്തെ 2 ക്ലിപ്പുകളിലേക്ക് അത് കയറ്റിയിട്ട് ഫ്രണ്ടിൽ ഈ ക്ലിപ്പ് ഇട്ട് അടച്ചു കഴിഞ്ഞാൽ ഫുൾ ക്ലീനാക്കി. ഇത്രയാണ് ചെയ്യാനുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ആ ക്ലിപ്പ് അവിടെ ഇട്ട് പുറത്തൊരു ക്ലിപ്പ് ഇട്ടു, ബാക്ക് ഈ സൈഡിലൊരു ക്ലിപ്പ് ഇട്ടു, ആ സൈഡിലൊരു ക്ലിപ്പ് ഇട്ടു. 4 ക്ലിപ്പും ബാക്കിൽ 2 ഇതിലേക്ക് ഹോളിലേക്ക് കയറ്റി തന്നു. ഈ സംഭവമാണ് ചെയ്യാനുള്ള. അപ്പോൾ എയർ ഫിൽറ്ററിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് എ സി ഫിൽറ്റർ അല്ലേ? വേറെ എന്തിട്ടുള്ള എ സി ഫിൽറ്റർ കഴിഞ്ഞാൽ അതെ. ആ ആ ആ അത്രേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ബ്രേക്കിൻ്റെ ഇതുണ്ടല്ലോ അതൊന്ന് നോക്കുക, മറ്റേ സംഭവങ്ങൾ നോക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നോക്കട്ടെ. ഈ വാഷർ ഒഴിക്കണ്ട വേണ്ട. പ്ലെയിൻ വാട്ടർ മാത്രമേ ഉണ്ട്. അത് ഞാൻ ഫില്ല് ചെയ്തോളാം, പ്രശ്നമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാഷർ ഇടുന്ന സമയത്ത് ഇതിൻ്റെ സോപ്പ് വെള്ളം ഉണ്ടല്ലോ, ഈ സോപ്പ് വെള്ളം ഗ്ലാസ്സിൽ കൂടിയൊക്കെ തെറിച്ച് എല്ലായിടത്തേക്കും നമ്മൾ സ്പീഡിൽ പോകുമ്പോൾ ഒക്കെയാണല്ലോ നമ്മൾ വിസിബിലിറ്റി പറയുന്ന സമയത്താണല്ലോ ഇതിടുക. ആ സമയത്ത് ആകെ ഇങ്ങനെ പതറിയ പോലെ നിറച്ചും ആ സോപ്പ് വെള്ളം ഉണങ്ങാണ്ട് ചില്ലക്കട മുഴുവൻ ഇങ്ങനെ കിടക്കും. വൈപ്പറിൻ്റെ ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലത്തേക്ക് മുഴുവൻ. അപ്പോൾ അതിനും ഭേദം സാധാ വെള്ളത്തിൽ കഴുകല്ലേ, അല്ലാണ്ട് അത് ഒഴിവാക്കിക്കോ. പിന്നെ നമുക്ക് കൂളൻ്റ് അതുപോലെ തന്നെ ബാക്കിയുള്ള സംഭവങ്ങളും ഇത് ചെയ്താൽ മതി. കൂളൻ്റ് ഓയിലും ബ്രേക്ക് ഫ്ലൂയിഡും ഒന്ന് നോക്കി വെക്കുക. പിന്നെ ബാറ്ററിയുടെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കൂളൻ്റ് ഇഷ്ടം പോലെയാണ്. ഒന്നും ടോപ്പപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ 40,000-ലല്ലേ മൊത്തം മാറ്റിയിട്ട് അങ്ങോട്ട് പുതിയതാക്കുക. നമ്മളുടെ ഇതിൽ ടാങ്കിലും ഉണ്ടല്ലോ അല്ലേ? പിന്നെ അത് പ്രശ്നമില്ല. പിന്നെ അതിൽ ഞാൻ മിനറൽ വാട്ടർ ഒഴിക്കാറ് ഈ സാധനത്തിൽ. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ വല്ല ചെറിയ കരട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അത് അടഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലോ കറക്റ്റ് ആവില്ല, ഇത് വൈപ്പറിലേക്ക് വാഷ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് മിനറൽ വാട്ടർ ഒഴിക്കുകയാണെങ്കിൽ അടിപൊളി. അല്ലെങ്കിൽ നമ്മൾ ഫിൽറ്ററിൽ നിന്ന് വരുന്ന വെള്ളം പെട്രോൾ പമ്പുകളിലൊക്കെ കിട്ടില്ല, ആ വെള്ളം ഒഴിച്ചാലും മതി. അല്ലാണ്ട് നേരിട്ട് പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം പിടിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ വല്ല പൂപ്പായി അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇതിലെ കയറി നേരെ പൈപ്പിൻ്റെ അതിൽ വന്ന് അത് ബ്ലോക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെള്ളം ഗ്ലാസ്സിലേക്ക് വരില്ല കേട്ടോ, ക്ലിയർ ആയിട്ട്. അതിൻ്റെ ഫ്ലോ കറക്റ്റ് ആവില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഒഴിക്കുന്നത് അങ്ങനത്തെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ ഇപ്പോൾ വേറെ എന്താ പറയുക, ഇതിൽ കുറവില്ല. പിന്നെ ഇപ്പോൾ ബ്രേക്ക് ഫ്ലൂയിഡും കുറവില്ല. അപ്പോൾ ഏറെക്കുറെ സെയിം. ഇനിയിപ്പോൾ ടയർ ബാക്കിൽ നിന്ന് സ്റ്റെപ്പിന് എടുത്തു എന്ന് തോന്നുന്നുണ്ട്. ബാക്കിലത്തെ സ്റ്റെപ്പിന് ഇത് ഫ്രണ്ടിലേക്കല്ലേ പോണേ? ഫ്രണ്ട് നമുക്ക് ലെഫ്റ്റിലാണ്. ലെഫ്റ്റ് സൈഡ് കയറുന്ന പോണ വണ്ടിയല്ലേ? ലെഫ്റ്റിലെ ടയർ പെട്ടെന്ന് ചെയ്യുന്നത്. അതെ അല്ലേ? അപ്പോൾ ഇത് ലെഫ്റ്റ്. ഓക്കെ. അപ്പോൾ ഈ സ്റ്റെപ്പിനായിട്ടിരിക്കുന്ന ടയർ നമ്മൾ നേരെ ഫ്രണ്ട് ലെഫ്റ്റിലേക്കാണ് കേട്ടോ ഇടാൻ പോണത്. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് ലെഫ്റ്റിൽ കിടന്നപ്പോൾ നമ്മൾ നേരെ സ്റ്റെപ്പിനായിട്ട് വയ്ക്കും അല്ലേ? ഓക്കെ. അത് സ്റ്റെപ്പിനാക്കിയിട്ട് വയ്ക്കും. പിന്നെ ബാക്കിയുള്ളത് അങ്ങോട്ട് ഇത് അതുപോലെ തന്നെ അപ്പോൾ ഫ്രണ്ടിൽ ആ സൈഡിലേക്ക് പോകും അല്ലേ? അത് റൈറ്റിലേക്ക് പോകും. ഓക്കെ. അപ്പോൾ ബാക്ക് ലെഫ്റ്റിൽ കിടന്നായിരുന്ന ടയർ നേരെ ഫ്രണ്ടിലേക്ക് റൈറ്റിലേക്കും, അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ കിടന്നായിരുന്ന ടയർ നേരെ ഇങ്ങോട്ടേക്കും ക്രോസ് ആയിട്ടാണ് കേട്ടോ വരിക. പിന്നെ അപ്പുറത്തെ ടയർ എടുത്ത് നമ്മൾ സ്റ്റെപ്പിനായിട്ട് വെക്കുന്ന ഒരു ടയർ ഇങ്ങോട്ടേക്ക് ഇടണം. അപ്പോൾ ഈ ടയർ നമ്മൾ ബാക്കിൽ ഇവിടേക്കാണോ ഇടാൻ പോണേ? അതായത് ഇത് എടുത്ത് വെച്ചിട്ട് ഇത് തന്നെയാണോ ഇവിടെ ഇടാൻ പോണേ? അല്ല, ഈ ടയർ എവിടേക്കാണ്? സ്റ്റെപ്പിനാക്കാനാ? ഓക്കെ. അപ്പോൾ ഇത് സ്റ്റെപ്പിനാക്കണം. ഇത് അപ്പോൾ ഇവിടെ കിടന്ന ടയർ ഇവിടെ തന്നെ വരും അല്ലേ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഇത് എടുത്ത് വെച്ചിട്ട് ഇത് സ്റ്റെപ്പിനാക്കണം. ഇത് ഓടിയായിരുന്നല്ലേ? നോക്കിയേക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് സ്റ്റെപ്പിനാക്കാം, ഇത് ഇട്ട് കൊടുക്കാം അല്ലേ? ഈ ടയർ എടുത്ത് നമ്മൾ സ്റ്റെപ്പിനാക്കണം കേട്ടോ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, റൊട്ടേഷൻ കറക്റ്റായി. മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ടയർ സ്റ്റെപ്പിനായിട്ട് പോവായിരുന്നു. അപ്പോൾ ഈ ടയർ നമ്മൾ ഇതിൽ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. ഓക്കെ. അപ്പോൾ ആ പരിപാടിയും കഴിഞ്ഞു.
അപ്പോൾ ഇനിയിപ്പോൾ വീൽ അലൈൻമെൻറ്റ് നമ്മൾ ഇതേവരെ ചെയ്തിട്ടില്ല. 20,000 കിലോമീറ്ററായി നമ്മുടെ എല്ലാ ടയറും നിങ്ങൾ നോക്കിക്കോ. ഇപ്പോൾ നിലവിൽ നോക്കുമ്പോൾ ഒരു സൈഡിൽ ഒരു തുണ്ട് ചെത്തിപ്പോയിട്ടോ അല്ലെങ്കിൽ ഒന്നുമില്ല, ഒറ്റ ടയറും അതുപോലെ തന്നെ ചെത്തലോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല കേട്ടോ. അത് ഇവിടെയുള്ള ടയറായാലും നോക്കി കണ്ടു, ഒരു ടയർ ചെത്തിപ്പോലോ അല്ലെങ്കിൽ വേറെ ചെറിയ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അത് കാരണം ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഒറ്റ ടയറിനൊരു പ്രശ്നമില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ, അലൈൻമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഓൾറെഡി ഈ സാധനത്തിൻ്റെ ഒക്കെ നെട്ടുകൾ ലൂസാക്കി ടൈറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തിട്ടാണ് അലൈൻമെൻറ്റ് നമ്മൾ സെറ്റ് ചെയ്യണത്. അപ്പോൾ ഇപ്പോൾ കമ്പനി ഫിറ്റ്മെൻറ്റിൽ ഇരിക്കുന്നതുകൊണ്ടും അനങ്ങാത്തതുകൊണ്ടും നമ്മൾ അനക്കിയിട്ടില്ല, ടയർ ചെത്തി പോകാത്തതുകൊണ്ട്. ഇനി ടയർ ചെത്തി പോകേണ്ട ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇവിടുത്തെ നെട്ടുകൾ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ സമയത്താണ് നമ്മൾ സാധാരണഗതിക്ക് ഇത് അഴിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ നമ്മൾ ചെത്തി പോകാത്തോടത്തോളം കാലം ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ചെയ്യണില്ല, അലൈൻമെൻറ്റ് ചെയ്യണില്ല എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ നിൽക്കണത്. അപ്പോൾ അങ്ങനെയാണ് പരിപാടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഈ ടയർ ഇട്ടേ അലൈൻമെൻറ്റ് ചെയ്യലില്ല. പിന്നെ ഇപ്പോൾ ബാലൻസിങ്ങും കാര്യങ്ങളും സംഭവങ്ങൾ നമ്മൾ ഒഴിവുപോലെ ഒന്നും നോക്കണം. അതിവിടെ ചെയ്യാൻ പറ്റില്ല. ബാലൻസിങ്ങും കാര്യങ്ങളും ഇവിടെ നമ്മൾ നോക്കില്ല. അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ പുറത്ത് കൊടുത്താണ് സാധാരണഗതിക്ക് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ അത് അലൈൻമെൻറ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ബാലൻസിങ് എപ്പോഴെങ്കിലും ഒഴിവുപോലെ പുറത്ത് കൊണ്ടുപോയി ചെയ്യിക്കണം. അതാണ് കേട്ടോ ചെയ്യാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ AC ഫിൽറ്റർ കൂടി ഒന്ന് നോക്കാനുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാ വീലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു കേട്ടോ. ഫുള്ള് കഴിഞ്ഞു. ശരിക്കും വീൽ ബാലൻസിങ് നോക്കേണ്ട ആവശ്യമുണ്ടോ? നോക്കണം, നല്ലതാണ് അല്ലേ. ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ സ്റ്റിയറിംഗിൽ അത് കാണിക്കും അല്ലേ. അടുത്ത ദിവസം എപ്പോഴെങ്കിലും വീൽ ബാലൻസിങ്ങും കൂടി ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഏറെക്കുറെ എല്ലാ വീലുകളും ടയറുകളും പരിപാടികളും ഒക്കെ കഴിഞ്ഞ് വീൽ കപ്പ് കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റെപ്പിന് എടുത്ത് വെച്ചു എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ AC ഫിൽറ്റർ നോക്കിയിട്ടില്ല നമ്മൾ. മതി അല്ല, ഞാൻ അത് മാത്രമല്ലേ നോക്കാൻ ബാക്കിയുള്ളൂ. മറ്റേ ഇത് നോക്കിയായിരുന്നോ, ബ്രേക്കിൻ്റെ മറ്റേ ഓയിലിൻ്റെ ഇത് നോക്കിയായിരുന്നോ? ബ്രേക്ക് ഓയിൽ കുറവൊന്നുമില്ലല്ലോ, ഇല്ല. അപ്പോൾ അതും പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ആകെ നോക്കാനുള്ളത് ഇത് മാത്രം കേട്ടോ. എന്താ പറയുക, നമ്മുടെ AC ഫിൽറ്റർ കടിയും ഒന്ന് നോക്കി ക്ലീൻ ചെയ്തിടുക, അത്ര മാത്രമാണ് ചെയ്യുള്ളൂ. തണവോ കാര്യങ്ങളോ ഒന്നും കുറവില്ല. അപ്പോൾ അതിനകത്ത് മിക്കവാറും ക്ലീൻ ചെയ്താൽ മാത്രം മതിയോ. അത്ര അഴുക്കാണെങ്കിൽ മാത്രമാണ് അത് നമുക്ക് മാറ്റേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ തണവും കാര്യങ്ങളും കുറവില്ലാത്ത കാരണം മാറ്റേണ്ടി വരില്ല. അപ്പോൾ ഇനിയിപ്പോൾ അതുകൂടി ഒന്ന് നോക്കട്ടെ കേട്ടോ. പണിയൊക്കെ കഴിയുമ്പോൾ നമ്മളുടെ ഈ നെറ്റ് വീണ്ടും താഴത്തേക്ക് ആക്കി ഇപ്പുറത്തെ സൈഡും അപ്പുറത്തെ സൈഡും ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ വർക്ക് ഫിനിഷ് ആയിട്ടോ. ഇങ്ങനെയൊരു ക്യാപ്പാണ് വരിക കണ്ടോ. നെറ്റ് ഇട്ടിട്ട് അതിനൊരു അടപ്പും കൂടി ഉണ്ടെന്നുണ്ടല്ലേ നെറ്റിന്. അതാ നെറ്റ് മാത്രമേ ഉള്ളൂ. റബ്ബറിൻ്റെ ക്യാപ്പാണ് അല്ലേ. ഓക്കെ. റബ്ബറിൻ്റെ ഒരു ക്യാപ്പ് കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യം കഴിയും. ഇത് അടിയിലത്തെ നെറ്റ് നോക്കിയായിരുന്നോ? ലൂസ് കുഴപ്പമില്ലല്ലോ, ഫുൾ ടൈറ്റ് തന്നെയാണ്. സാധാരണഗതിക്ക് ഈ വണ്ടിയൊക്കെ എന്ന് പറഞ്ഞൊരു ഹമ്പ് ചാടുമ്പോൾ ഒരു ആക്ഷനിൽ കയറി ഇറങ്ങുമെന്നാണ് നമ്മുടെ ഒരു വിചാരം. ഇപ്പോൾ താറൊക്കെ ആണെങ്കിൽ അതിൻ്റെ അതേപോലെ എത്ര വലിയ ഡിപ്പ് ചാടിയൊരു അടി എന്ന് പറയുന്ന സാധനം വരില്ല. പക്ഷേ ഇതൊക്കെ ഒരു ഹമ്പാ ചാടി കടക്കട എന്നുള്ളൊരു അടി വരും. താറ് വിചാരിച്ച് നോക്കുമ്പോൾ താറൊരു 1.5 മുതലാട്ടെ. ഏത് കട്ടറിൽ ചാടിയോ ആളറിയില്ല. അതേപോലെ എത്ര വലിയ ഹമ്പ് ചാടിച്ചോ, എത്ര വലിയ ഡിപ്പിൻ്റെ മുകളിൽ നിന്ന് ചാടിച്ചോ, ഇതൊന്നും വണ്ടിയിലിരിക്കുന്ന ആൾക്കാർ അറിയേയില്ല. പക്ഷേ ഇത് ചെറിയൊരു ഹമ്പ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതിൻ്റെ ഫീലിങ്സ് നമുക്ക് ശരിക്കും മനസ്സിലാക്കാം. കട്ട എന്നുള്ള അടിയാണ്. അപ്പോൾ ഞാൻ ആ ബുഷിൻ്റെ അടിയിലത്തെ വല്ല നെറ്റ് ലൂസ് ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കി, അപ്പോൾ അതിന് പ്രത്യേകിച്ച് കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. നമ്മളൊക്കെ ടാക്സി വണ്ടി കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ്, പ്രൈവറ്റ് വണ്ടി കൊണ്ടു നടക്കാണ്ടല്ല. പക്ഷേ ഈ ഒരു വണ്ടി നമ്മൾ എന്ത് പർപ്പസിനെ വേണം ഓടിക്കുന്നത്? ടാക്സി പർപ്പസിന്. അപ്പോൾ ഈ ടാക്സി പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ആ സർവീസിന് മൊത്തം പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ദിവസത്തെ വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ പൈസ മൊത്തം പോകും. അപ്പോൾ നമ്മൾ ഒരു ദിവസത്തെ കേസ് ശരിക്കും പറഞ്ഞാൽ 2 മണിക്കൂർ കൊണ്ട് ചെയ്ത് തരികയാണെങ്കിൽ അന്നത്തെ നമ്മുടെ ഓട്ടം പോവില്ല. അപ്പോൾ നോക്കിയാൽ 1.5 മണിക്കൂർ കൊണ്ട് നമ്മളുടെ വണ്ടിയുടെ ഫുൾ പരിപാടി കഴിയും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും ഈ ടോപ്പ് ക്ലീൻ പ്രിഫർ ചെയ്യണതിൻ്റെ കാരണങ്ങളിലൊന്നൊക്കെയാട്ടോ ഞാൻ പറയണത് ഈ ഒരു സംഭവം. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഫുൾ വീഡിയോ എടുത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രണ്ടാമത്തെ കാര്യം, പെട്ടെന്ന് വന്ന് പോകാൻ വലിയ തിരക്കുകളും കാര്യങ്ങളും ഇല്ലാത്ത കാരണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുവിധം ആൾക്കാരുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ പറയാറുണ്ട്, നമ്മൾ ടോപ്പ് ക്ലീനിൽ മണ്ണത്തി ടോപ്പ് ക്ലീനിൽ സർവീസ് ചെയ്ത ബെസ്റ്റാന്ന് പറയാറുണ്ട്. നമുക്ക് ഇതേവരെ യാതൊരു കുഴപ്പമില്ല ഇത്ര കൊല്ലങ്ങളായിട്ട് ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പരിപാടികൾ കഴിഞ്ഞ് AC ഫിൽറ്റർ നോക്കാറുള്ളൂ. നമ്മുടെ ഡാഷ്ബോർഡിൻ്റെ അടിവശത്താണ് കേട്ടോ AC ഫിൽറ്റർ. ഇതൊരു ക്ലിപ്പാണ്. ഈ ക്ലിപ്പ് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡാഷ്ബോർഡിൻ്റെ അടപ്പ് ഇങ്ങോട്ട് ഊരാൻ കിട്ടും. അത് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ അങ്ങനെ ഒരു ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പിൻ്റെ ഉള്ളിൽ AC ഫിൽറ്ററും കാര്യങ്ങളും എയർ അടിച്ചാൽ മതി അല്ലേ. ഓക്കെ. അപ്പോൾ നേരെ നമുക്ക് അതിങ്ങോട്ട് ഊരി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എയർ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ പെർഫെക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചാൽ മാത്രം മതി. ഇപ്പോൾ നിലവിൽ ഒരു ഇതും ഇല്ല കേട്ടോ, തണവ് കുറവോ കാര്യങ്ങളൊന്നുമില്ല. ബ്ലോവറൊക്കെ അടിപൊളി വർക്കിംഗ്. പൊടി കൂടി കഴിഞ്ഞാൽ ബ്ലോവറൊക്കെ ബ്ലോക്കായ പോലെയാവും, നമുക്ക് ക്ലിയറും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ എല്ലാം പെർഫെക്റ്റാണ്, എല്ലാ പരിപാടികളും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത് പൊടി അടിച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ ആ പരിപാടിയും കഴിഞ്ഞു. ഇപ്പോൾ നിലവിൽ നമ്മളുടെ ബില്ലും കാര്യങ്ങളും തന്നിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ നമ്മളുടെ ഓയിൽ ഫിൽറ്ററിന് വരുന്ന പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 99 രൂപയാണ് കേട്ടോ. പിന്നെ
ഓയിൽ 3 ലിറ്ററും പിന്നെ 100 ml 461 രൂപ വെച്ചിട്ട് 1429. പിന്നെ 76 രൂപ മറ്റേ കാലിബർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാക്കറ്റിൽ ഗ്രീസ് എടുത്തില്ലേ, അതിൻ്റെ പൈസയാണ് കേട്ടോ 76 രൂപ എന്ന് പറയുന്നത്. പിന്നെ 17 രൂപ സ്ക്രീനിൽ ഒഴിക്കണ വാഷ്, അത് പിന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ അത് മൈനസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജനറൽ ചെക്കപ്പ്, അതായത് ഈ പീരിയോഡിക്കൽ സർവീസിന് കമ്പനി പറയുന്ന ഒരു ലേബർ ഉണ്ട്, ആ പൈസയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 650 രൂപ. അതായത് ഫുൾ ചെക്കപ്പ്, ഓയിൽ, അതുപോലെ തന്നെ വെള്ളം, നമ്മുടെ ബാക്കിയുള്ള സംഭവങ്ങൾ എല്ലാ ചെക്കപ്പുകളും നടത്താനും പൈസയാണ് പീരിയോഡിക്കൽ 650 രൂപ. അത് കൂടാണ്ട് തന്നെ ഒരു വീല് അയച്ചിട്ട് നമ്മളുടെ 2 വീല് അയച്ചിട്ട് ആ കാലിബർ ചെയ്തതിന് മാത്രമുള്ള പൈസയാണ് കേട്ടോ 400 ലേബർ. പിന്നെ 4 വീല് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് 4 വീല് അയച്ചിട്ടുള്ളതിനുള്ള പൈസ വേറെ 400. പിന്നെ അത് കൂടാണ്ട് ജനറൽ ചെക്കപ്പ് എന്ന് പറഞ്ഞിട്ട് ഈ 650 പീരിയോഡിക്കൽ സർവീസിൽ പറഞ്ഞത് ശരിക്കും പറഞ്ഞ് ഓയിൽ മാറ്റുക, ഓയിലിൻ്റെ ഫിൽറ്റർ മാറ്റുക. അത് കൂടാണ്ട് ജനറൽ ചെക്കപ്പിന് വേറെ 300 കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ മാരുതിയുടെ സൈറ്റിൽ എങ്ങനെയാണോ അങ്ങനെയാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ലേബറുകളൊക്കെ ഇതേ സെയിം തന്നെ വരും. അപ്പോൾ അങ്ങനെ നമ്മളുടെ ലേബർ മൊത്തം വന്നേക്കണം 3371 രൂപയാണ് കേട്ടോ ഈ സർവീസിന്. ഫിൽറ്ററുകൾ മാറ്റാണ്ട്, ഫിൽറ്ററുകൾ എന്ന് പറഞ്ഞാൽ AC ഫിൽറ്റർ, എയർ ഫിൽറ്റർ മാറാണ്ട് നമ്മുടെ ബ്രേക്ക് സെറ്റിങ്ങും അതുപോലെ തന്നെ ബാക്കി ഓയിൽ ചേഞ്ചിങ്ങും ഫിൽറ്ററിങ്ങും കാര്യങ്ങളും ബാക്കി ജനറൽ ചെക്കപ്പും എല്ലാം കൂടി വന്നിട്ടുള്ളത്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോവുകയാണ് കേട്ടോ. ഇതിൽ ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീൽ അലൈൻമെൻറ്റും അതുപോലെ തന്നെ മറ്റേത് അതും കൂട്ടിയിട്ടാണെങ്കിൽ ഇപ്പോൾ 3300 ഒരു 700 കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 4000 രൂപയിൽ നമ്മളുടെ 20,000 സർവീസ് തീർന്നു കേട്ടോ. അതാണ് ശരിക്കും പറഞ്ഞ പൈസ. അങ്ങനെയാണ് ഈ 20,000 കിലോമീറ്ററിൻ്റെ സർവീസ് കാര്യങ്ങൾ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം സംഭവം ചെയ്ത് പുതിയേക്കുള്ളൂ. ഊബറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും നമുക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞുതരാം. അപ്പോൾ അതിൽ വിളിച്ച ഫോൺ നമ്പർ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ വണ്ടിക്കായാലും വല്ല ഓട്ടമുള്ള ആൾക്കാർ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനായാലും വരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ ബൈ.